Hi, hello. My name is Ajesh, one of the chemistry faculty in Brilliant Study Center, Pala. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ JEE Express Sure Shot Chemical and Ionic Equilibrium. ആക്ച്വലി ചാപ്റ്ററിൻ്റെ പേര് അങ്ങനെയല്ല, ചാപ്റ്ററിൻ്റെ പേര് പഴയതാണ് ശരിക്കും. ഇപ്പോൾ പുതിയ പേരെന്ന് വെച്ചാൽ ജസ്റ്റ് ഇക്വിലിബ്രിയം. ഇപ്പോൾ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രിയുടെ അണ്ടറിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് കേൾക്കുമ്പം ചില ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അതൊരു തോന്നൽ മാത്രമാണ്. ശരിക്കും നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് മോൾസ് അങ്ങനെയുള്ളൊരു ഐഡിയ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതത്ര നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ചാപ്റ്ററിനും അല്ലെങ്കിൽ മിക്ക ചാപ്റ്ററുകൾക്കും ബേസിസ് ആയിട്ട് മുമ്പേ പഠിച്ച ഓരോ ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു ചാപ്റ്ററും കൂടെ നമ്മളുടെ മനസ്സിലോട്ട് കത്താണ്ട് നമുക്ക് പിന്നീടുള്ള ചാപ്റ്ററുകൾ മനസ്സിലാക്കി കിട്ടാൻ പാടാണ്. പക്ഷേ ഇതിപ്പോൾ ലാസ്റ്റ് അല്ലേ, നമ്മൾ അവസാന ലാപ്പിൽ ഓടുന്ന ആൾക്കാരായതുകൊണ്ട് ചാപ്റ്റർ ആദ്യം മുതൽ അവസാനം വരെ സമ്മറി കേട്ടിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ജെയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ച പല ഷിഫ്റ്റുകളിൽ ചോദിച്ച മെയിൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് വഴി തിയറിയിലോട്ട് കയറിപ്പോം. അല്ലാതെ ഞാൻ ആദ്യം സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. കാരണം ഇത് ഓൾറെഡി നിങ്ങൾ കേട്ടു. ഈ ലേണിംഗ് ആപ്പിൽ വേറെയും ചാപ്റ്ററുകൾ കിടപ്പുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എസൻസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നും. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ചുമ്മാ ഓടിച്ചിട്ട് പറയുന്നൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട തിയറികൾ പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത് അങ്ങ് പോകാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ല മെത്തേഡെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലേണിംഗ് ആപ്പിൽ തന്നെ പല ആളുകളെടുത്ത കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയണിക് ഇക്വിലിബ്രിയം ചാപ്റ്റേഴ്സ് കിടപ്പുണ്ട്. അത് കാണാം. യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അത് കാണാം അല്ലേ. അപ്പം നിങ്ങളുടെ ഒരു സൗകര്യം പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം തൽക്കാലം ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് കയറാം. പിന്നെ ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണത് ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിൽ ചെയ്തു നോക്കാം. എന്തായാലും ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അല്ല, ഇൻറ്റീജറായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് സ്ട്രേറ്റ് ഒബ്ജക്റ്റീവായിട്ടോ ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ നമ്മുടെ JEE മെയിൻസ് സ്കോർ ചെയ്യുന്നതിന് അത്ര വലിയ കഷ്ടപ്പാട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം JEE മെയിൻസ് എന്ന് പറയുന്നത് പക്ക NCERT ആണ്. അഡ്വാൻസ്ഡ് ഈസ് ഓൾസോ പക്ക NCERT തന്നെയാണ്. പക്ഷേ NCERTിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. മെയിൻസിനെ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അങ്ങനെയല്ല, ഈസി നമ്മൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ സ്റ്റുഡൻസിനെ ഈസി ആയിട്ട് തോന്നണമെന്നില്ല അല്ല. നിങ്ങൾക്കിപ്പം അത്യാവശ്യം ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബോധമെങ്കിലും ഉണ്ട്. ഞങ്ങളൊക്കെ MSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു ബോധമില്ല. ചുമ്മാ എന്തൊക്കെയോ കാണാൻ പഠിക്കുന്നു, +2നൊക്കെ ആണെങ്കിലും കാണാൻ പഠിക്കുന്നു. ആ ഒരു നേച്ചറിലാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെയല്ല. നിങ്ങളെല്ലാത്തിൻ്റെയും റീസൺ അറിഞ്ഞും കേട്ടും പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പം ഓക്കെ ഇത് ഈസിയാണ്, ഇത് ടഫാണെന്ന് മനസ്സിലാവും. നമുക്കൊക്കെ പണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപോലെ ഇരിക്കും. അല്ല ഇത് ഈസിയാണോ അത് ടഫാണോ, ഇനി ഇത് പഠിപ്പിക്കാത്തതാണോ പഠിപ്പിച്ചാണോ എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചുകൂടെ ലൈവായിട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്കറിയാലോ കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസി സബ്ജക്റ്റാണ് കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ല, കുറച്ചുകൂടെ ഈസിയാണ് എളുപ്പത്തിന്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്തോ ഞാനൊരു വീഡിയോയിൽ കണ്ടാണ് ലോകത്തിലെ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള 10 സബ്ജക്റ്റുകളിൽ 2ാം സ്ഥാനത്താണ് കെമിസ്ട്രി എന്ന്. ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഫിസിക്സ് ആൻഡ് മാത്സ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം കെമിസ്ട്രി അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ അവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് അറിയത്തില്ല, അതോ എനിക്ക് കെമിസ്ട്രിയോട് ഇഷ്ടമില്ലാത്ത ആളാണോ എന്ന് അറിയത്തില്ല. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഫിസിക്സും മാത്സും വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നത് കെമിസ്ട്രി ആയിരിക്കും. കെമിസ്ട്രി കാണുമ്പോൾ ഓക്കെ നമുക്കിത് കിട്ടും അങ്ങനെ ഒരു ഇത് വരും. അത് മെയിൻസിനാണെങ്കിലും ശരി, അഡ്വാൻസ്ഡ് ആണെങ്കിലും ശരി. ഫിസിക്സ് വളരെ നല്ല സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പം പെട്ടെന്ന് ക്ലിക്ക് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും എന്ന് പല സ്റ്റുഡൻസിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ കെമിസ്ട്രി ഒട്ടും പഠിക്കത്തില്ലായിരുന്നു. JEEക്കാർക്ക് കെമിസ്ട്രി ഇഷ്ടമേ അല്ല. അവർ ഫിസിക്സും മാത്സും മാത്രം പഠിക്കും, പക്ഷേ റാങ്ക് നല്ല രീതിയിൽ കയറി വരത്തില്ല. പക്ഷേ കെമിസ്ട്രി സ്കോർ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് റാങ്കുകൾ കൂടുതൽ കയറി വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് കെമിസ്ട്രി നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. പിന്നെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അങ്ങനെ കീറാൻ മുട്ടി ചാപ്റ്റർ ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യങ്ങളും സയൻസിലില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പം നമ്മളുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങളുടെ ഈ ചെറിയ ബ്രെയിനിൽ മനസ്സിലാവാനുള്ള സാധനങ്ങൾ ധാരാളം, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ
നമ്മളുടെ +1 +2 ടോപ്പിക്കിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. അപ്പം നിങ്ങൾ ഒരു മുൻവിധിയോടുകൂടി അല്ലേ, നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഒക്കെ തുടങ്ങാൻ പോകും. അപ്പം ഞാൻ ഒരു ക്ലാസ്സിൽ കയറി ഇക്വിലിബ്രിയം ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടി ചെല്ലുവാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിലെ മെൻറ്റർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ്, അടുത്ത നിങ്ങൾക്ക് ഇക്വിലിബ്രിയം ആണ് തുടങ്ങാൻ പോകുന്നത്. ഇക്വിലിബ്രിയം ഇറ്റ്സ് വെരി ടഫ് ചാപ്റ്റർ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിൽ മൊത്തം പൊളിയും. അതായത് നിങ്ങൾ ആ ഒരു ധാരണയോടുകൂടി ക്ലാസ്സിലിരുന്ന് കഴിയുമ്പം എന്തെങ്കിലും ഒരു കുഞ്ഞ് കേസ് വരുമ്പോൾ ടീച്ചർ പറഞ്ഞാൽ ശരിയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ മൊത്തം കുളമായിട്ട് കയ്യിലിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു മുൻവിധിയോടുകൂടി ചാപ്റ്ററിനെ കാണണ്ട, വളരെ ഈസിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇക്വിലിബ്രിയം എനിക്ക് ഇതുവരെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്ററായിട്ടോ നിങ്ങൾ പറയുന്ന പോലെ ഒരു പേടിപ്പെടുത്തുന്ന ചാപ്റ്ററായിട്ടോ തോന്നിയിട്ടില്ല. പിന്നെ അത് കാണുമ്പോൾ കുറേ പ്രോബ്ലംസ് ആയതുകൊണ്ട് അല്ല, മുഴുവൻ ഇപ്പോൾ ന്യൂമറിക്കൽസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നുന്ന ആക്ച്വലി വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാതെ പിടിച്ച് ഈ പ്രോബ്ലത്തിന് ഏത് ഇക്വേഷൻ കൊടുക്കും, എന്നാൽ ഈ ഇക്വേഷൻ കൊടുക്കുക അല്ലേ, അപ്പോൾ ഇതിനകത്ത് KP ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, അതെല്ലാം കൂടെ കൂട്ടിയുള്ള ഇക്വേഷൻ അതായിരിക്കും, എന്നാൽ അത് കൊടുക്കാം. അങ്ങനെയല്ല, നമ്മൾ കോൺസെപ്ച്വലി ചെയ്യണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും. കാരണം പണ്ടൊക്കെ നമ്മൾ അല്ലേ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ HOD പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നജേഷേ ഇതിങ്ങനെ ചുമ്മാ കടയിൽ പോയി ഓറഞ്ച് മേടിക്കുന്ന പോലത്തെ പ്രോബ്ലമാണ്, തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഉള്ളിലറിയാം, എന്നാലും ഉപദേശിക്കാനുള്ള ഒരു ഇതാണല്ലോ അല്ലേ, നമ്മളിപ്പം ബൂസ്റ്റപ്പ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കോൺസെപ്ച്വൽ എടുക്കാവുള്ളൂ. കോൺസെപ്ച്വൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് വെറുതെ ഇരിക്കരുത്, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റെഡിയാക്കിയിരിക്കുക. പിന്നെ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, വളരെ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. പിന്നെ ആ ഒരു ചെറിയ ടൈം, നിങ്ങൾ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് പഠിച്ച ആ ഒരു ചെറിയ ടൈമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചിലർക്ക് ആ ടൈം പോസിറ്റീവായിട്ടായിരിക്കും, ചിലർക്ക് ആ ടൈം നെഗറ്റീവായിട്ടായിരിക്കും. പക്ഷേ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം, മനസ്സിലായോ? നിങ്ങളത് ഓവർകം ചെയ്തെടുക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ നമ്മൾക്കിതൊരു തുടക്കം ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ ചാപ്റ്ററിലോട്ട് കയറാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ലിങ്കിലേക്ക് പോവുകയും അവിടെ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് അവൈലബിൾ ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും, കാരണം ഇത് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നണമെന്നില്ല. എങ്കിലും 2024 ജാനുവരി ഷിഫ്റ്റ് 29 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കേട്ടോ. The following concentrations were observed at 500 Kelvin for the formation of ammonia from nitrogen and hydrogen. അല്ലേ, തന്നിട്ടുണ്ട്, ഡേറ്റ തന്നിട്ടുണ്ട്. അതായത് നൈട്രജൻ്റെ ഫോർമേഷൻ എവിടുന്ന്, അമോണിയയുടെ ഫോർമേഷൻ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഡേറ്റ അവർ തന്നിട്ടുണ്ട്. നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ 2 × 10⁻² മോളാർ, ദറ്റ് ഈസ് നോട്ട് യുവർ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. They said it was the concentration at equilibrium. Then H2 = 3 × 10⁻² molar and ammonia formed will be 1.5 × 10⁻² molar. ഇനി അവർ ചോദിച്ചേക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദി റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ ബൈ ഇക്വിലിബ്രിയം. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഫോർ എക്സാമ്പിൾ, A റിയാക്ട്സ് വിത്ത് B പ്രൊഡ്യൂസസ് C ആൻഡ് D. എന്ന് വെച്ചാൽ A മോൾസ് ഓഫ് A റിയാക്ട്സ് വിത്ത് B മോൾസ് ഓഫ് B പ്രൊഡ്യൂസസ് C മോൾസ് ഓഫ് C ആൻഡ് D മോൾസ് ഓഫ് D. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഈ റിയാക്ഷൻ നിങ്ങൾ നടത്താൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ റിയാക്റ്റൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രൊഡക്റ്റ് ഇല്ല. റിയാക്ഷൻ നടക്കുന്ന എങ്ങനെയാണ്? റിയാക്റ്റൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. സോ ഇനീഷ്യലി ഏത് റിയാക്ഷനേ ഉള്ളൂ? ഫോർവേഡ്. പക്ഷേ അതവർ ചെന്ന് കഴിയുമ്പം അവർ കമ്പൈൻ ചെയ്ത് പുറകിലോട്ട് വരുവാണ്, അത് ബാക്ക്വേഡ്. സോ കോമൺലി ചിന്തിച്ചാൽ മനസ്സിലാവും, ബാക്ക്വേഡ് വരണമെങ്കിൽ അവർ ആ സിസ്റ്റത്തിൽ തന്നെ ലോക്കായിരിക്കണം. ഒരിക്കലും ഇപ്പം ഉണ്ടാവുന്ന ആൾ ഒരു ഗ്യാസാണെന്ന് വിചാരിച്ചോ, ഒരു 2 ഗ്യാസുകളാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ റിയാക്ഷൻ എടുക്കുന്ന വെസൽ ഓപ്പൺ വെസലാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടുന്ന സാധനമാണോ അത് എസ്കേപ്പ് ഔട്ട് ആവും. അതിന് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഒരിക്കലും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ വെസലിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. If you want to maintain a reaction reversible or at equilibrium, you should always use, or you must always use, a closed vessel. ഒരു ക്ലോസ്ഡ് വെസൽ യൂസ് ചെയ്തില്ലെങ്കിൽ റിയാക്റ്റൻറ്റോ പ്രൊഡക്റ്റോ എസ്കേപ്പ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇക്വിലിബ്രിയം റീച്ച് ഔട്ട് ആവില്ല. അപ്പോൾ ഓർത്തോണം, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് അച്ചീവ്ഡ് ഇൻ ക്ലോസ്ഡ് വെസൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫോർവേഡ് റിയാക്ഷന്
സ്പീഡ് കൂടുതലാണ് തുടക്കത്തിൽ, ബാക്ക്വേർഡ് കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ ഫോർവേഡിൻ്റെ സ്പീഡ് കുറഞ്ഞും ബാക്ക്വേർഡിൻ്റെ സ്പീഡ് കൂടിയും രണ്ടും ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇക്വിലിബ്രിയത്തിലല്ല, പക്ഷേ എല്ലാ ഇക്വിലിബ്രിയം റിയാക്ഷൻസും റിവേഴ്സിബിൾ ആണ്. നമ്മൾ പറയാം എല്ലാ റിവേഴ്സിബിളും ഇക്വിലിബ്രിയം റിയാക്ഷൻസ് അല്ല, പക്ഷേ എല്ലാ ഇക്വിലിബ്രിയം റിയാക്ഷൻസും റിവേഴ്സിബിൾ ആണ്. ദാറ്റ് മീൻസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം വെൻ ദി റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ. സോ ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇതൊരു എന്ത് റിയാക്ഷനാണ്? ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. ഇനി പറയുകയാണ്, if rate of forward reaction becomes equal to rate of backward reaction, then ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതിപ്പോൾ ഇക്വിലിബ്രിയം അല്ല, ഇത് ഫസ്റ്റ് സ്റ്റേജിൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കേണ്ട, ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ റിവേഴ്സിബിൾ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ then it is at a equilibrium, ഇത് ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 8 മണിക്കാണെന്ന് വിചാരിച്ചോ. ഈ 8 മണിക്ക് ഫോർവേഡ് റിയാക്ഷൻ സ്റ്റാർട്ടായി, ബാക്ക്വേർഡും തുടങ്ങി. ഫോർവേഡ് സ്പീഡ് കൂടുതൽ, ബാക്ക്വേർഡ് സ്പീഡ് കുറവ്. കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പം ഒരു 10 മണിയോടുകൂടി 2 റിയാക്ഷൻ്റെ സ്പീഡും സെയിം ആയെന്ന് വിചാരിക്കുക. ഈ 2 റിയാക്ഷൻ്റെ സ്പീഡും സെയിം ആയാൽ ആ 10 മണി മുതൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് വിളിക്കാം? ഇതിനെ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. ഇനി എല്ലാവരും കാണിക്കുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, കോൺസെൻട്രേഷൻ ഓഫ് സി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഡി ആർ സെയിം എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ട്. സെയിം എന്ന് വിചാരിക്കരുത്, ആർ കോൺസ്റ്റൻ്റ് എന്ന് വിചാരിക്കാവുള്ളൂ. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിയാൽ പിന്നീടൊരിക്കലും ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുകയോ കുറയുകയോ ഇല്ല, ദേ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് ആ സമയം തൊട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കോൺസെൻട്രേഷൻ്റെ റേഷ്യോ എടുത്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്കറിയാം, റേറ്റ് ഓഫ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ഫോർവേഡ് റിയാക്ഷൻ ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി ലോ ഓഫ് മാസ് ആക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻറ്റു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി എന്ന് എഴുതാം. വേർ കെ റെപ്രസെൻറ്റ്സ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം, കെ എഫ് ബൈ കെ ബി വിച്ച് ഈസ് ഈക്വൽ ടു എൻ യു കോൺസ്റ്റൻറ്റ് മക്കളെ കെ സി എന്നെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ അല്ലേ, ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേമിലെടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ലോ അല്ലേ, ഇതിനെ വിളിക്കുന്ന പേര് ഇക്വിലിബ്രിയം ലോ. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്നും എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നും മനസ്സിലായി. ശരി, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് നോക്കാവേ. ഇത് കോൺസെൻട്രേഷൻ ആട്ടോ, അതായത് കോൺസെൻട്രേഷനെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ യു ഷുഡ് ടേക്ക് കോൺസെൻട്രേഷൻ ഓൺലി. സോ ഇത് നമ്മളിവിടെ മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ഇതിവിടെ ഇരുന്നോട്ടെ, കോൺസെൻട്രേഷൻ അല്ല, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. എന്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ നമുക്ക് നോക്കാം. ഒന്ന്, at equilibrium concentration of N2, concentration of H2 and concentration of NH3 തന്നിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റാണ് തന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് കെ സി, ഇനി പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ കെ പി, അങ്ങനെ എടുക്കുക. അപ്പം നമുക്ക് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് കെ സി എടുക്കാം. പക്ഷേ കെ സിയുടെ എക്സ്പ്രഷൻ അറിയണമെങ്കിൽ എന്തറിയണം? നമുക്ക് ആദ്യം ഫോർമേഷൻ ഓഫ് NH3യുടെ ഇക്വേഷൻ അറിയണം. നിങ്ങൾക്കറിയാം, N2 ആൻഡ് H2 കമ്പൈൻഡ് ടുഗദർ ടു ഫോം NH3 ആണ്. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 നൈട്രജൻ ഉള്ളതുകൊണ്ട് യു ഹാവ് ടു പുട്ട് 2 ഹിയർ. സോ 6 ഹൈഡ്രജൻ വരും, യു ഹാവ് ടു പുട്ട് 3 ഹിയർ. സോ ഇതിലെ കെ സിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ concentration of the product, like concentration of ammonia square divided by concentration of N2 into concentration of H2 the whole cube ആണ് equal to അമോണിയയുടെ കോൺസെൻട്രേഷൻ 1.5 into 10 raised to minus 2 the whole raised to minus 2 the whole raised to 2 ആണ് അല്ലേ, സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ 2 നൈട്രജൻ 2 ആണ്. 2 into 10 raised to minus 2 molar into 3 into 10 raised to minus 2 molar എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ റിയാക്ഷൻ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. സോ ഇത് 10 raised to minus 2, ഇതെല്ലാം 10 raised to minus 2 ആയതുകൊണ്ട് അത് മൊത്തം പോയി. സോ പിന്നീടുള്ളത് 1.5 into 1.5 ഡിവൈഡഡ് ബൈ, അതായത് ഇത് ക്യൂബാണ് അല്ലേ, 2 into
327 ഓർ നമുക്ക് 3 എന്ന് തന്നെ എഴുതാം അല്ലേ 3 × 3 × 3 പവർ ശരിയാക്കുന്ന സമയത്ത് ഇത് 10⁻⁻⁴ ഇത് 10⁻⁻⁶ഉം 10⁻⁻²ഉം 10⁻⁻8 അപ്പം മേളിൽ വരുമ്പോൾ 10⁻⁴ എന്ന് വരും. ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 1.2 ടൈംസ് ആണ്, ഇത് 2 ടൈംസ് ആണ്. സോ മൊത്തം നിങ്ങൾക്ക് 10 × 10 ഞാൻ എനിക്ക് എളുപ്പത്തിന് ചെയ്യുന്ന കേട്ടോ 10 × 10 ഡിവൈഡഡ് ബൈ 2 × 2 × 2 × 3 എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് 5 × 5 × 5 എന്ന് വരും. സോ ദിസ് ഇസ് എത്രയാണ് 125 അല്ലേ 125 × 10 ഡിവൈഡഡ് ബൈ 3 വരും. സോ 125/3 എന്ന് പറയുമ്പം 4 3 12 വരും. അപ്പം എത്രയാണ് 3 വരും 320 41.666 × 10 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 41.666 വരും. അപ്രോക്സിമേറ്റ്ലി ദിസ് ഇസ് 417. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് equilibrium constant of the reaction is മക്കളെ എത്ര ആൻസർ 417 ആണ്. സോ ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം എന്നുള്ള ഒരു കാര്യവും അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്താണെന്നും ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് ഓർക്കണം. സെയിം ആണെന്നല്ല, അറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തിയാൽ പിന്നെ അവരുടെ കോൺസെൻട്രേഷൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. സോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കായിരിക്കും. 417 ഈസ് ദി ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, സോ സെക്കൻഡ് വൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 2024 ജാനുവരി 29 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഷിഫ്റ്റ് 2 ഇത് ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. For the reaction N2O4 gas gives 2NO2 gas, Kp value is given 0.492 atm at 300 Kelvin. Kc for the reaction at the same temperature is x or dash into 10⁻⁻2 given R ൻ്റെ വാല്യൂ 0.082 എന്നവർ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ തന്ന വാല്യൂ എടുത്താൽ മതി, കാരണം ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് അവർ തന്ന വാല്യൂ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കെ പി ആണ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് കെ സി. സോ യു നോ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പി ഇസ് ഈക്വൽ ടു Kc into RT raised to delta Ng, G for gases. We need to count the difference between the gases only. ചിലപ്പോൾ സംശയം തോന്നും ഇനി Kc equal to Kp into RT അങ്ങനെയാണോ എന്ന്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AA + BB gives CC + DD എന്ന് പറയുന്ന ഇക്വേഷനിൽ സപ്പോസ് ഇവരെല്ലാം ഗേഷ്യസ് ഫേസിലിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചോ. ഇതെല്ലാം ഗേഷ്യസ് ഫേസിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? കെ സിക്ക് പകരം നമുക്ക് കെ പി എഴുതാൻ പറ്റും. സോ കെ പി ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് C raised to C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D raised to D ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A raised to A ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B raised to B എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി നമ്മൾ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. അതിന് യു ആർ ഡീലിംഗ് വിത്ത് ഐഡിയൽ ഗ്യാസസ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയൽ ഗ്യാസസ് ആണല്ലോ അല്ലേ? അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് പി വി ഇസ് ഈക്വൽ ടു NRT എന്നാണ് ഇക്വേഷൻ. സോ പി ഇസ് ഈക്വൽ ടു N/V ഇൻറ്റു RT എന്നാണ്. ആൻഡ് പി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു RT എന്നാണ് അല്ലേ? ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേഷൻ എന്ന് വായിച്ചാൽ മതി. ദെയർഫോർ അല്ലേ, കെ പി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് C raised to C ഇൻറ്റു RT raised to C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D raised to D ഇൻറ്റു RT raised to D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A raised to A ഇൻറ്റു RT raised to A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to B ഇൻറ്റു RT raised to B എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് C raised to C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D raised to D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A raised to A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to B ഇൻറ്റു RT raised to അല്ലേ ഏതാ C + D മൈനസ് A + B എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് എന്ത് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് കെ സി ഇസ് ഈക്വൽ ടു അല്ലേ, സോറി കെ പി ഇസ് ഈക്വൽ ടു ഇത് കെ പി ഈക്വൽ ടു ആണല്ലോ. ഇത്രയും ഭാഗം എന്താണ്? കെ സി ഇൻറ്റു RT
ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ എന്ന് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് മോൾസ് അല്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് പ്രൊഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. സോ നമ്മളിവിടെ ഒരു ജി ഇടുന്ന വളരെ നല്ലതാണ്. സോ ഇതാണ് KP-KC റിലേഷൻഷിപ്പ്. മറക്കാൻ പാടില്ല കേട്ടോ. KP-KC റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല കാര്യമായിട്ട് ഓർത്ത് വെച്ചോണം. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഡെൽറ്റ NG എന്താണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം സിഗ്മ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് റിയാക്റ്റൻ്റ്. ഇതാണ് എഴുതേണ്ടത്. ശരി, ഇനി നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് കിടക്കാം. നോക്കിയോണേ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് KP തന്നിട്ട് KC ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് KC എടുത്തോ. KC ഈക്വൽ ടു KP ഡിവൈഡഡ് ബൈ RT റേസ് ടു ഡെൽറ്റ NG ആണ്. നിങ്ങളുടെ റിയാക്ഷനെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 1 മോളും ഇവിടെ 2 മോളും ആണുള്ളത്. സോ ഡെൽറ്റ NG ഈക്വൽ ടു ഇത് രണ്ടും ഭാഗ്യവശാൽ ഗ്യാസും ആണ്. 2 - 1 = 1. സോ RT റേസ് ടു 1. KP 0.492 ആണ് ഡിവൈഡഡ് ബൈ R 0.082 ആണ്. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന KP ATML ആയതുകൊണ്ട് ആറിൻ്റെ വാല്യൂ അവർ തന്നില്ലെങ്കിൽ നിങ്ങൾ ATML എടുക്കാവുള്ളൂ. പക്ഷെ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി 0.082 ഇൻറ്റു ടെമ്പറേച്ചർ 300 Kelvin ആണ്, റേസ് ടു 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.492 ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 24.6 എന്ന് വരും. ഇനി നിങ്ങളുടെ ആൻസറിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു 10⁻² പവർ ഉണ്ട്. ഞാനത് മാത്രം മാറ്റി എഴുതുകയാണെങ്കിൽ 49.2 ഡിവൈഡഡ് ബൈ 24.6 ഇൻറ്റു 10⁻² എന്ന് വന്നു. മക്കളെ ഇത് കറക്റ്റ് ഇരട്ടിയല്ലേ? സോ 2 × 10⁻². അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2. കണ്ടോ? അപ്പോൾ ഷിഫ്റ്റ് 1ലെ ക്വസ്റ്റ്യൻ ആൻസർ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കുറച്ചുകൂടി, അതായത് അവിടെ നമ്മൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ചെയ്യാനുണ്ട്. KP-KC റിലേഷൻഷിപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ KP-KC റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വന്നതെന്ന് പറഞ്ഞു. KP-KC റിലേഷൻഷിപ്പ് വഴി പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ മേ ബി യു ക്യാൻ നോട്ട് ഡൗൺ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആൻസറൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടെ കിട്ടിക്കോട്ടെ. ചില ആൾക്കാർ ഇത് ഷുവർ ഷോട്ട് ആയതുകൊണ്ട് അല്ലേ? ഷുവർ ഷോട്ടല്ലേ ഇത് അല്ലേ? സുരേഷ് ഷോറ്റി അത് ഒരാൾ വായിച്ചാണ് കഴിഞ്ഞ ദിവസം. സുരേഷ് ഷോറ്റി എന്തിലോട്ടെ സുരേഷ് ഷോറ്റി ഷുവർ ഷോട്ട് ആയതുകൊണ്ടേ കുറച്ച് ആളുകൾക്ക് ഇത് ഭയങ്കര ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മൾ ക്യാൻറ്റീനിൽ വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 പയ്യന്മാരോ എന്ന് പറഞ്ഞാൽ അവർ റിവിഷൻ എങ്ങനെ ഇതാ ചെയ്യുക. കഴിഞ്ഞ ദിവസം കയറ്റി വിട്ട വീഡിയോ ആണ് അവർ കണ്ടത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടച്ച് ചെയ്ത് അങ്ങ് പോകുന്നത് കേട്ടോ. നിങ്ങളിത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യന് കിട്ടും. ഞാൻ അത്യാവശ്യം ഏരിയ ഒക്കെ ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം കേട്ടോ. വി ആർ മൂവിങ് ഇൻ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. So given below are 2 statements. 1. Aqueous solution of ammonium carbonate is basic. Then statement 2. Acidic or basic nature of a salt solution of a salt of weak acid and weak base depends on Ka and Kb values of acid and the base forming it. ഇനി അവർ ചോദിച്ചേക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ കറക്റ്റ് എന്നാണ്. അഗെയിൻ 2024 January 27 ഷിഫ്റ്റ് 1ലെ ചോദ്യമാണ്. അപ്പം കാണുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് നോക്കാം. അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം കാർബണേറ്റ് ആണ്. നിങ്ങൾ അമോണിയം കാർബണേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NH4 twice CO3 ആണ്. ഇതാണ് അമോണിയം കാർബണേറ്റ്. നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് അല്ലേ, ഇത് സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. NH4OH ഒരു വീക്ക് ബേസ് ആണ്. ആൻഡ് കാർബോണിക് ആസിഡ് H2CO3 ഒരു വീക്ക് ആസിഡാണ്. നിങ്ങൾക്കറിയാം വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് 7+½ pKa - pKb എന്നാണ്. ഇതാണ് നമ്മളുടെ സോൾട്ട് ഹൈഡ്രോളിസിസ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ? സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സോൾട്ട് ഹൈഡ്രോളിസിസ്. സോൾട്ട് ഹൈഡ്രോളിസിസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു ഇക്വേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് ചുമ്മാ ഒന്ന് പറയാം. സോൾട്ടുകൾ വെള്ളത്തിലിടുന്ന സമയത്ത്
വെള്ളത്തിൻ്റെ ബോണ്ടുകൾ ബ്രേക്ക് ആകുകയും സോൾട്ടിലുള്ള അയോണുകളെ അത് ഹൈഡ്രോളൈസ് ചെയ്യുകയും ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സോൾട്ടിന് സംഭവിക്കുന്ന ഹൈഡ്രോളിസിസ് അല്ല, സോൾട്ട് കാരണം വെള്ളത്തിന് സംഭവിക്കുന്ന ലൈസിസ് ആണ്. വെള്ളം മുറിയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോലൈസിസ്. സോൾട്ടിൻ്റെ പ്രസൻസിലായതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് സോൾട്ട് ഹൈഡ്രോളിസിസ്. ഞാൻ ചെറുതായിട്ട് സോൾട്ട് ഹൈഡ്രോളിസിസ് ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി തന്നതിന് ശേഷം നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ് സാധാരണ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കായിട്ട് കാണുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകായിരിക്കും. തൽക്കാലം ഞാൻ ആ സോൾട്ട് ഹൈഡ്രോളിസിസ് ഒന്ന് കാണിച്ചു തരാം. നോക്കൂ. ഇപ്പോൾ നോക്കിയോണേ, ആദ്യം നമുക്ക് 4 ടൈപ്പ് സോൾട്ടുകളാണ് ഉള്ളത്. ഒന്ന് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്. ഇതെന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളാണ് NaCl വിച്ച് ഇസ് ഒബ്റ്റെയിൻ ഫ്രം NaOH ആൻഡ് HCl. രണ്ടാമത്തെ സോൾട്ടാണ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഇത് എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡ് NH4Cl. മൂന്നാമത്തെ സോൾട്ടിന് എക്സാമ്പിളാണ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഇതിനൊരു എക്സാമ്പിളാണ് വീക്ക് ആസിഡ് അസറ്റിക് ആസിഡ് സ്ട്രോങ് ബേസ് NaOH CH3COONa. പിന്നെയുള്ള നാലാമത്തെ സോൾട്ട് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് പ്ലസ് വീക്ക് ബേസ് സോൾട്ടാണ്. ഇത് എന്ന് പറയുന്നത് അമോണിയം അസറ്റേറ്റ് CH3COONH4. അങ്ങനെ 4 ടൈപ്പ് സോൾട്ടിന് ഞാൻ എക്സാമ്പിൾ എഴുതി. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പോണൻറ്റ്. ഇപ്പോൾ NaCl നമ്മൾ വെള്ളത്തിലിടുവാണ്. വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സമയത്ത് ഇത് Na+ഉം ഇത് Cl- മുറിയും. ഈ 2 പേരും എവിടെ നിന്ന് വന്നാണ്? സ്ട്രോങ് കമ്പോണൻറ്റുകളാണ്. നമുക്കറിയാം സ്ട്രോങ് കമ്പോണൻറ്റുകൾ ഒരിക്കലും ഹൈഡ്രോളൈസ് ചെയ്യില്ല. സ്ട്രോങ് കമ്പോണൻറ്റുകൾ ജസ്റ്റ് ഹൈഡ്രേറ്റേ ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉപ്പുവെള്ളം നമ്മൾ വീട്ടിൽ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിട്ട് കഴിഞ്ഞാൽ ഉപ്പ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അതിൽ Na+ ആൻഡ് Cl- അയോണാണ്. അതിൻ്റെ അകത്ത് ഒരിക്കലും NaOHും HCl ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഉണ്ടാകുന്ന Na+നെയും Cl- വാട്ടർ വന്നിങ്ങനെ കവർ ചെയ്യും. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ. പക്ഷേ വെള്ളത്തിനെ ഇവർ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളം ശരിക്കും വെള്ളത്തിൻ്റെ അടുത്തോട്ട് ഈ 2 അയോണുകൾ ചെല്ലുവാണ് വെള്ളത്തിനെ പൊട്ടിക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ നിന്നെ പൊട്ടിക്കും എന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? അവരെ പിടിച്ചത് ഇങ്ങനെ പൊതിഞ്ഞ് അവിടെ കൊണ്ടിടും. അതാണ് സോൾട്ട് സ്ട്രോങ്ങുകളുടെ പ്രത്യേകത. സ്ട്രോങ് കമ്പോണൻറ്റുകൾക്ക് അങ്ങോട്ട് കയറി ഓടി ചെല്ലുവാണ് വെള്ളത്തിനെ പൊട്ടിക്കാൻ വേണ്ടി. അപ്പം തന്നെ വെള്ളം അയാളെ പിടിച്ചിട്ട് കവർ ചെയ്ത് വെറുതെ സൊല്യൂഷൻ്റെ അകത്തിട്ടേക്കും. അവർ സൊല്യൂഷനിൽ ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ടേറ്റർ അയോൺസ്. എന്ന് വെച്ചാൽ ചുമ്മാ നോക്കിയിരിക്കും, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ നോക്കിയിരിക്കുന്ന അയോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ടേറ്റർ അയോൺസ്. അത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കില്ല, 8ാം ക്ലാസ് തൊട്ട് കേൾക്കുന്നതാണ് സ്പെക്ടേറ്റർ അയോൺസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് നോ ഹൈഡ്രോളിസിസ്. ഇവർക്ക് ഹൈഡ്രോളിസിസ് അല്ല, പകരം ജസ്റ്റ് ഹൈഡ്രേഷനാണ്. അല്ലേ? എന്ത് നടക്കും? ഹൈഡ്രേഷൻ. അങ്ങനെ ഹൈഡ്രേഷൻ നടക്കാന്ന് വെച്ചാൽ എന്താ? Na+ൻ്റെ സ്ഫിയറിൻ്റെ ചുറ്റും Cl- സ്ഫിയറിൻ്റെ ചുറ്റും വെള്ളം വന്നിങ്ങനെ നല്ല രീതിയിൽ പൊതിഞ്ഞ് ഇത് വെള്ളത്തിൻ്റെ അകത്തോടെ വെറുതെ ഒഴുകി നടക്കുന്നു എന്നല്ലാണ്ട് ഒരു പ്രയോജനവും ഇല്ല. ദാറ്റ് മീൻസ് ഉപ്പുവെള്ളത്തിൻ്റെ pH ആരുടെ pH ആയിരിക്കും? ഈ വെള്ളത്തിൻ്റെ pH തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ pH ഈസ് ഓൾവേസ് 7 ആണ്. അതുകൊണ്ട് ഇതിന് ഇക്വേഷൻ്റെ ആവശ്യമില്ല. So salt of strong acid and strong base never undergo hydrolysis. They just undergo hydration and they remain as spectator ions in solution. They never participate in a chemical reaction or anything, and that's why they are called as spectator ions. That's why the pH of the solution remains 7. That is neutral pH. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, മക്കളെ ഉപ്പുവെള്ളത്തിൻ്റെ pH എത്രയാണ്? 7. ഓക്കെ, ആദ്യത്തെ പോയിന്റ് മനസ്സിലായിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസിന് എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, നമ്മൾ അമോണിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് NH4+ഉം Cl- ആണ്. ഈ 2 പേരും കൂടെ നമ്മുടെ വെള്ളത്തിനടുത്തോട് ചെല്ലുക. അങ്ങനെ വെള്ളത്തിനടുത്തോട് ചെല്ലുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? Cl- പിടിച്ച് പൊതിഞ്ഞ് അവിടെ ഇടും. കാരണം Cl- എവിടെ നിന്ന് വന്നതാ? സ്ട്രോങ്ങിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇയാൾക്ക് എന്തേ നടക്കുള്ളൂ? ഹൈഡ്രേഷനേ നടക്കുള്ളൂ, ഹൈഡ്രോളിസിസ് നടക്കില്ല. പക്ഷേ NH4+ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അകത്തോട്ട് ചെന്ന് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് വെള്ളത്തിൻ്റെ ബോണ്ട് പൊട്ടിച്ച് എന്തായിട്ട് മാറും? NH4OHും പിന്നെ ഇഷ്ടംപോലെ H+ അയോൺസും റിലീസ് ചെയ്യും. അങ്ങനെ ഇത്രയും H+ റിലീസ് ചെയ്താൽ മക്കളെ ഉറപ്പാണ് pH എന്ന് പറയുന്നത് താഴത്തേ ഉള്ളൂ. കാരണം എന്താ? pH എന്ന് പറയുന്നത്
അക്വസ് സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7-നേക്കാൾ താഴാൻ കാരണം ഇതിനകത്ത് ഇഷ്ടം പോലെ ആര് ലിബറേറ്റ് ചെയ്തു? ആസിഡ് ലിബറേറ്റ് ചെയ്തു. അപ്പോൾ ഇത് അസിഡിക് കണ്ടീഷനാണ്. സോ പി എച്ച് വിൽ ബി ലെസ് ദാൻ 7 ആയിരിക്കും. അപ്പോൾ ഓർത്ത് നോക്കിയേ, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് പി എച്ച് ഈക്വൽ ടു 0 ആണ്. സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ലൈക്ക് അമോണിയം ക്ലോറൈഡ് ആണ് വെള്ളം പിടിച്ച് പൊതിഞ്ഞ് അവിടെ ഇട്ടു. H2നെ ഇയാൾ മുറിച്ച് NH4OH ഉണ്ടാക്കി. H+ നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് ഇത് ആസിഡിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാറേ ഇത് ബേസ് അല്ലേ, അപ്പോൾ ഈ ബേസും ആസിഡും കൂടെ ന്യൂട്രൽ ആയിപ്പോയിട്ട് പി എച്ച് 7 വരൂലേ എന്ന് ചോദിക്കാം. പക്ഷെ അങ്ങനെ വരില്ല. കാരണം ഇയാൾ ബേസ് ആണെങ്കിലും മക്കളെ വീക്ക് ബേസ് ആണ്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നില്ല. ഇയാൾക്ക് പാർഷ്യൽ ഡിസോസിയേഷനേ ഉള്ളൂ. എന്താണ് നമ്മളുടെ വീക്ക് ആസിഡിൻ്റെ പ്രത്യേകത എന്നറിയാലോ അല്ലേ? ഇപ്പം ഞാൻ 10 മോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് തന്നു. ആ 10ഉം ഡിസോസിയേറ്റ് ചെയ്താൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്ട്രോങ്. ബിക്കോസ് 10ൽ 10 എന്ന് വെച്ചാൽ 10ൽ 10 എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആൽഫ. 10ൽ 10 എന്ന് വെച്ചാൽ എത്രത്തോളം എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്നെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് 1. പക്ഷെ ഞാൻ അമോണിയം ഹൈഡ്രോക്സൈഡ് 10 മോൾ തന്നു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 7 മോളായിരിക്കും ഡിസോസിയേറ്റ് ഉണ്ടാവുക. അപ്പോൾ 10ൽ 7 ദറ്റ് ഈസ് 0.7. ദാറ്റ്സ് വൈ അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യില്ല. ആൻഡ് ദാറ്റ്സ് വൈ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് പി എച്ച് ഈക്വൽ ടു 7 കിട്ടില്ല. ഹൗ ടു പ്രിപ്പയർ എ JEE എക്സാം ഫോർ ഈച്ച് സബ്ജക്റ്റ് ആൻഡ് സർ ഐ എം +1 സ്റ്റുഡൻറ്റ്. അത് നമുക്ക് പറയാം കേട്ടോ. നമുക്ക് ക്വസ്റ്റനൊക്കെ തീർത്തിട്ട് ഒരു ഐഡിയ പറയാം. പിന്നെ +1 സ്റ്റുഡൻ്റ് അല്ല, ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് എന്താ പി എച്ച് ലെസ് ദാൻ 7 ആണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾ ഈ അമോണിയം ഇതിൻ്റെ കേസ് തന്നെ എടുത്തോ. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ അമോണിയം ഇത് NH4Cl NH4+ Cl- ആയിട്ട് മുറിഞ്ഞല്ലോ. ഞാൻ അത് തന്നെ ഇങ്ങോട്ട് എടുക്കുവാണേ. നോക്കിക്കോ, NH4Cl മുറിഞ്ഞു, വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് മുറിയുന്നു. എന്നിട്ട് എന്തിലേക്ക് മാറും? NH4+ ആൻഡ് Cl- ആയിട്ട് മാറുന്നു. ഇതിനെ വെള്ളം വന്ന് കവർ ചെയ്യുന്നു അല്ലേ? ഇതിനെ നമ്മൾ കവർ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള NH4+ അത് നമ്മളെടുത്തു. NH4+ഉം അതുപോലെ വാട്ടറും കൂടെ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് NH4OH + H+ ആയിട്ട് മാറുന്നു. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുവാണ്. ഇത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ്, KH എന്ന് എഴുതാം. ഈക്വൽ ടു കോൺസെൻട്രേഷൻ of NH4OH into concentration of H+ by concentration of NH4+. നമ്മൾ വാട്ടർ സാധാരണ എടുക്കാറില്ല. ഇനി അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രത്യേകത എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ് വിച്ച് വിൽ ഡിസോസിയേറ്റ്സ് ടു ഫോം NH4+ OH- ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ബേസ് ആയതുകൊണ്ട് KB എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് NH4+ അല്ലേ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NH4OH എന്ന് ഞാൻ മാറ്റി എഴുതി. നോക്കിയേ, ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ഈ 2 ഇക്വേഷൻ ഏതൊക്കെയാണ്? KHഉം KBയും കൂടെ നമ്മൾ ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് NH4OH ക്യാൻസൽ ആവുന്നു. NH4+ ക്യാൻസൽ ആവുന്നു. മക്കളെ ബാക്കി ഏതേ വരൂ? H+ ഇൻറ്റു OH-. ഇനി ആലോചിച്ച് നോക്കിയേ, ഇത് കോൺസെൻട്രേഷൻ ഓഫ് H+, ഇത് കോൺസെൻട്രേഷൻ ഓഫ് OH- വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഏതാ? 10⁻⁻7 മോളാർ. കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻⁻7 മോളാർ. നിങ്ങൾക്കറിയാം 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് H+ 10⁻⁻7 ഭയങ്കര ചെറിയ വാല്യൂവാണ്. ഈ 2 അയോണുകളുടെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ 10⁻⁻14. ഇതിനെ വിളിക്കുന്ന പേരാണല്ലോ KW അല്ലേ? അപ്പോൾ KH ഇൻറ്റു KB ഈക്വൽ ടു KW എന്നുള്ള ഇക്വേഷൻ കിട്ടി. ശരി, ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ഇക്വേഷൻ്റെ ഇതിൻ്റെ pH ആണ്. സോ pH നമ്മൾ എടുക്കുമ്പം ഇക്വേഷൻ പറഞ്ഞോ, pH ഇസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H+ അറിയണം. കോൺസെൻട്രേഷൻ ഓഫ് H+ അറിയാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുവാണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ C ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് 0 ഇനി C- സിയുടെ എത്രയോ % ഹൈഡ്രോളൈസ് ചെയ്തു, വിച്ച് ഈസ് കോൾഡ് CH. നമ്മൾ ആൽഫ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ H എന്ന് കൊടുത്തുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത് C ആണെങ്കിൽ ഇത് 0, ഇത് C- CH ആണെങ്കിൽ ഇതും CH ഇതും CH. അങ്ങനെയാണെങ്കിൽ -log കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് വെച്ചാൽ -log CH എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -log C ഇൻറ്റു റൂട്ട് ഓഫ് നമുക്ക് H കണ്ടുപിടിക്കണം.
അല്ലേ? എച്ച് എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പോകണം. നോക്കിയോണേ. KH is equal to CH into CH by C into 1 minus H equal to CH square by 1 minus H approximately equal to CH square എന്ന് എഴുതാം. എങ്ങനെ? നമ്മൾ KA is equal to അല്ലെ C alpha square എഴുതുന്ന പോലെ KH is equal to CH square. ഇതിൽ നിന്ന് നിങ്ങൾക്ക് H is equal to എന്ത് വരും? റൂട്ട് ഓഫ് KH by C എന്ന് വരും. നമ്മളിവിടെ റൂട്ട് ഓഫ് KH by C കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് റൂട്ട് ഓഫ് ഇതകത്ത് ചെല്ലുമ്പോൾ KH ഇൻറ്റു C എന്നായി. അഗെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ്. കണ്ടോ? KHന് പകരം നമുക്ക് എന്ത് എഴുതാടോ? റൂട്ട് ഓഫ് KW ഡിവൈഡഡ് ബൈ KB ഇൻറ്റു C എന്നായി. ഇനി നിങ്ങൾ ഈ ലോഗ് മാറ്റി അല്ലേ, ഇതിനെ എന്താ എടുക്കുക? -1/2 ലോഗ് അല്ലേ, ഞാൻ ആ റൂട്ട് മാറ്റി ലോഗ് KW പ്ലസ് ലോഗ് C മൈനസ് ലോഗ് KB എന്ന് മാറ്റി എഴുതാം. ഈക്വൽ ടു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ലോഗ് KW പ്ലസ് ലോഗ് KB മൈനസ് ലോഗ് C എന്ന് ആൻസർ വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മൈനസ് ലോഗ് KW എന്താ? PKW അല്ലേ? ഇത് പ്ലസ് ലോഗ് KBക്ക് മൈനസ് ലോഗ് KB മൈനസ് PKB എന്ന് എഴുതാം. മൈനസ് ലോഗ് C എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു PKW 14 ആണല്ലോ. 14/2 7 മൈനസ് ഹാഫ് ഇൻറ്റു PKB മൈനസ് അല്ല പ്ലസ് ലോഗ് C. കണ്ടോ മക്കളെ? ഇതാണ് PHൻ്റെ ഇക്വേഷൻ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ലെങ്തി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സാറേ അവസാനം ചാപ്റ്റർ 1 സമ്മറൈസ് ചെയ്ത് സമ്മറിയാണ് ഇത്. സമ്മറിയാണ് പറയുന്നത്. നമുക്ക് ചാപ്റ്റർ പിന്നീട് സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ചാപ്റ്ററിൻ്റെ ഓരോ പോർഷൻ എടുത്താൽ സമ്മറി കൊണ്ട് പ്രയോജനമില്ലടോ. നമ്മൾ ഈ പറയുന്ന അങ്ങനെ തന്നെ ഓരോ ഞാൻ എല്ലാ ടോപ്പിക്കും എടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്ക് നോക്കിയാൽ മതി. അത് തന്നെയാണ് സമ്മറി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് PH ഈക്വൽ ടു 7 മൈനസ് ഹാഫ് ഇൻറ്റു PKB പ്ലസ് ലോഗ് C എന്ന് എടുക്കാം. അങ്ങനെ എല്ലാവരുടെയും ഡിറൈവ് ചെയ്യാം. എല്ലാവരുടെയും ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ 3 പേർ ഇപ്പം ഞാൻ ഇവിടെ എന്താ പറയുക രണ്ടാമത്തെ സോൾട്ട് എടുത്തു, അതുപോലെ മൂന്നാമത്തെ സോൾട്ടും നാലാമത്തെ സോൾട്ടും ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സോൾട്ടും നാലാമത്തെ സോൾട്ടും എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇക്വേഷൻ വരും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ സോൾട്ട് എടുക്കുക. സോൾട്ട് ഏതൊക്കെയാണ്? സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസും, അതുപോലെ വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസും, സ്ട്രോങ് ആസിഡ് പ്ലസ് വീക്ക് ബേസും, പിന്നെ വീക്ക് ആസിഡ് പ്ലസ് വീക്ക് ബേസും ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അവർ ചോദിക്കുന്ന ഇത് സോൾട്ട് ആണല്ലോ. ഇനി നമ്മളുടെ അവരുടെ KHൻ്റെ എക്സ്പ്രഷൻ എഴുതുവാണ്. ഇവിടെ KHൻ്റെ എക്സ്പ്രഷൻ ഒന്നുമില്ല, ഹൈഡ്രോളിസിസ് ഇല്ല. ഇവിടുത്തെ KHൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് KW/KA അല്ല KA ആണ്. കാരണം ഇവിടെ എപ്പോഴും വീക്കായിട്ട് എടുക്കുന്ന ആളുകളെ മാത്രം നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ വീക്കായിട്ട് എടുക്കുമ്പം ഇപ്പം നിങ്ങൾ ചെയ്തത് എന്താ? വീക്ക് ബേസ് എടുത്തപ്പോൾ നമ്മൾ KH ഈക്വൽ ടു എവിടെ എഴുതിയേക്കുന്നത്? KH ഈക്വൽ ടു KW/KB എന്നാണ് വന്നത്. ബിക്കോസ് ബേസ് വീക്ക് ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ എടുത്താൽ മതി ഇക്വേഷൻ. KH വീക്ക് മാത്രം നോക്കുക. അപ്പോൾ ഇവിടുത്തെ KH ഈക്വൽ ടു എന്താ? KW/KB എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ KH എന്താ? രണ്ടും ഉണ്ട്. അപ്പോൾ KW ഡിവൈഡഡ് ബൈ KA ഇൻറ്റു KB എന്ന് വരും. ഇത്ര ഉള്ള പരിപാടി. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെ Hൻ്റെ വാല്യൂ എഴുതുവാണ്. H എന്ന് വെച്ചാൽ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെയും നമ്മൾ H എഴുതണ്ട. ഇവിടെ H ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KH/C എന്ന് വരും. ഇവിടെയും H ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KH/C എന്ന് വരും. പക്ഷേ ഇവിടെ H ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KH ഉള്ളൂ. കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല. ഇനി നമ്മൾ ഇവരുടെ PH കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യണം. നമ്മളിപ്പം PH കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ ഇക്വേഷൻ പറഞ്ഞല്ലോ. അതുപോലെ PH കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് 7 ആണ്. ആർക്കാണ് 7? സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിൻ്റെ സോൾട്ടിന് 7 ആണ്. പിന്നെ ഉള്ളത് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസാണ്. ഇത് നിങ്ങൾ കണ്ടോ, ഞാൻ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വീക്ക് എന്നല്ലേ, ആ വീക്ക് തന്നെ നോക്കി പറഞ്ഞാൽ മതി. വീക്ക് ആസിഡ് ആകുമ്പോൾ നിങ്ങൾ വീക്ക് ബേസിൻ്റെ ഇപ്പം ചെയ്ത പറഞ്ഞേ PH is equal to 7 മൈനസ് ഹാഫ് ഇൻറ്റു PKB പ്ലസ് ലോഗ് C. ഇനി അടുത്തത് ഇവിടെ PH ഈക്വൽ ടു ഇത് 7നേക്കാൾ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 7നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ 7 പ്ലസ് ഹാഫ് ഇൻറ്റു PKA പ്ലസ് ലോഗ് C ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ഇവിടുത്തെ ഇക്വേഷൻ PH is equal to 7 പ്ലസ് ഹാഫ് ഇൻറ്റു
PKA മൈനസ് PKB എന്നാണ്. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ 7+ എന്ന് വരാൻ കാരണം pH 7-നേക്കാൾ മേലെ ആയതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ pH അല്ല കണ്ടുപിടിക്കുന്ന POH കണ്ടുപിടിക്കുക. POH കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ വരും 7 മൈനസ് ഹാഫ് ഇൻറ്റു PKA പ്ലസ് log C എന്ന് വരും. എന്നിട്ട് ഞാനത് 14 നിന്ന് കുറയ്ക്കുമ്പോഴാണ് 14 മൈനസ് 7 മൈനസ് ഓഫ് മൈനസ് പ്ലസ് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ഈ ടേബിൾ മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ കാര്യം റെഡി ആയിട്ട് കിട്ടും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. സോൾട്ട്, അതുപോലെ വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഓർത്ത് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. ആ കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ പിടി കിട്ടിയല്ലോ അല്ലേ? ശരി, ഇനി നോക്കിക്കോണേ. ഇപ്പം ഞാൻ സോൾട്ട് ഹൈഡ്രോളിസിസ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇക്വേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് അവരെന്താ പറഞ്ഞതെന്ന് നോക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് എവിടെ ക്വസ്റ്റ്യൻ അവിടെ പോയി? അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ വേറെ ടോപ്പിക് എടുത്താണല്ലോ അല്ലേ? വേറെ പേജ് എടുത്താൽ. ഓക്കെ, നമ്മളിനി അവർ പറഞ്ഞേക്കുന്നത് നോക്കാം. ആദ്യം അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം കാർബണേറ്റ് ഈസ് ബേസിക്. ഇത് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആയതുകൊണ്ട് ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ബേസിക് ആണോ അസിഡിക് ആണോ എന്നറിയണമെങ്കിൽ ഇവരുടെ PKB വാല്യൂ വേണം. പക്ഷേ മറ്റേ ആളുകൾക്ക് ആ പ്രശ്നമില്ല. കാരണം ബാക്കിയുള്ള രണ്ടുപേരും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷനാണ്. ആണ്. സോ pH ഡിപ്പെൻഡ്സ് അപ്പോൺ PKA ആൻഡ് PKB വാല്യൂ. ഈ രണ്ട് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. പക്ഷേ നിങ്ങൾ ജയിക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ വാല്യൂ പഠിക്കണ്ടെങ്കിലും ഒരു കോമൺലി പറയണം. നിങ്ങളുടെ കാർബോണിക് ആസിഡ് ഉണ്ടല്ലോ, H2CO3 കാർബോണിക് ആസിഡിൻ്റെ PK വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6.27 സംതിങ് ആണ്. അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ PKB വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 4.74 സംതിങ് ആണ്. അപ്പോൾ നമ്മുടെ NH4OHൻ്റെയും ഇത് അസറ്റിക് ആസിഡിൻ്റെ PKയും കൂടെ കൂടിയാണ് കേട്ടോ. അസറ്റിക് ആസിഡിൻ്റെ PKയും സെയിം ആണ്. അസറ്റിക് ആസിഡിൻ്റെ PK ഈസ് ഓൾസോ 4.74 ആണ്. അപ്പം നിങ്ങൾ ഇത് ചോദിക്കും സാറേ ഈ വാല്യൂ എങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്നത്? വാല്യൂ ഓർത്തിരിക്കാൻ പറ്റത്തൊന്നുമില്ലെങ്കിലും നമുക്കൊരു ലോജിക്കലി പിടി കിട്ടും. അതായത് കാർബോണിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും കൂടെ തന്നു കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ KB വാല്യൂ നമ്മൾ കണ്ടിന്യൂസ് അല്ലെങ്കിൽ PKB 4.74 എടുക്കുന്ന മറ്റേ ആളുടെ 6 പോയിൻ്റാണ്. അത് നിങ്ങളൊരു അങ്ങനെ ഇപ്പം എനിക്ക് അത് പറയേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ബൈ ഹാർട്ടായി പോകുന്നതാണ് ഓരോരുത്തരുടെ വാല്യൂ. ആ വാല്യൂ കാണാൻ പഠിക്കാന്നല്ല, ഇയാൾ ഇത്രത്തോളം അങ്ങനെയാണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടും. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ pH എന്ന് പറയുന്നത് 7 പ്ലസ് എ പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം ഇത് 6 പോയിൻ്റ് അതല്ലേ വലുത്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അങ്ങനെ പോസിറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ pH എന്തായി? >7 ആയി. ആൻഡ് pH >7 ആണെങ്കിൽ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം കാർബണേറ്റ് ഈസ് ബേസിക് എന്ന് വരും. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വരും. കാരണം അത് നമുക്ക് വേറെ നിവൃത്തിയില്ല. നിങ്ങൾ കാർബോണിക് ആസിഡ് അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയയുടെയും അസറ്റിക് ആസിഡിൻ്റെ വാല്യൂ കോപ്പി പേസ്റ്റ് ആണ്, 4.74 ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡിനേക്കാൾ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് എന്താ പറയുക, ആർക്ക് കാർബോണിക് ആസിഡിൻ്റെ ബേസിക് നേച്ചർ കുറവാണ്. അപ്പോൾ അയാളുടെ അസിഡിക് ക്യാരക്ടറാണ് നമ്മൾ എടുക്കുന്ന KA വാല്യൂ ആണ്. KA വാല്യൂ എന്ന് പറയുന്നത് മറ്റേ ആളുടെ അമോണിയം ഹൈഡ്രോക്സൈഡിനേക്കാൾ KA വാല്യൂ കുറവാണ്. അതുകൊണ്ട് PK വാല്യൂ കൂടും. അങ്ങനെ PK വാല്യൂ കൂടുന്നതുകൊണ്ട് പോസിറ്റീവ് കിട്ടും. പക്ഷേ നമുക്കത് വേറെ ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ acidic or basic character of salt solution of a salt of weak acid and weak base depends on Ka and Kb values of acid and the bases forming it. കറക്റ്റ് ആണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതിൽ ആൻസർ A തന്നെ വരും. പക്ഷേ ആദ്യത്തെ പാർട്ട് നിങ്ങൾ ശരിയാക്കുമോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും. കാരണം PK ആൻഡ് PKB വാല്യൂ അറിയണം. അപ്പോൾ ഇനി എങ്കിലും ഓർത്തോണം, അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അസറ്റിക് ആസിഡിൻ്റെയും PK ആൻഡ് PKB വാല്യൂസ് ബോത്ത് ആർ സെയിം 4.74 ആണ്. മറ്റേ ആളുടെ PK വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആണ് എന്നോർത്താൽ മതി. അപ്പോൾ PK മൈനസ് PKB പോസിറ്റീവ് വാല്യൂ കിട്ടും. ആൻഡ് 7 പ്ലസ് പോസിറ്റീവ് വാല്യൂ മോർ ദാൻ 7 ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് ബേസിക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ചെയ്യാൻ വേണ്ടി നമ്മൾ സോൾട്ട് ഹൈഡ്രോളിസിസ് പറഞ്ഞിട്ടുണ്ട്. സോൾട്ട് ഹൈഡ്രോളിസിസിൽ ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഡെറിവേഷൻ ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി അതേപോലെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ടേബിൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും.
സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. അപ്പോൾ നമ്മുടെ 3 ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തു. എങ്ങനെയുണ്ട്? 3 ക്വസ്റ്റ്യൻ അത്യാവശ്യം പിടികിട്ടിയോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി, അപ്പം നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദി പി എച്ച് അറ്റ് വിച്ച് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് that is KSP equal to 1 into 10 raised to minus 11 begins to precipitate from a solution containing 0.10 molar magnesium 2 plus ion is എന്നാണ് ചോദ്യം. 2024 ജാനുവരി 30 ഷിഫ്റ്റ് 1ലെ ചോദ്യമാണ്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? 0.01 മോളാർ കോൺസെൻട്രേഷനുള്ള മഗ്നീഷ്യം 2 പ്ലസ് അയോൺസ് ഉള്ള സൊല്യൂഷനിൽ നിന്നും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള പി എച്ച് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർ KSP തന്നിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾ ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് എഴുതി വയ്ക്കുക. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം എങ്ങനെ കിട്ടും? മഗ്നീഷ്യം 2 പ്ലസ് ആൻഡ് 2OH മൈനസ് അയോൺ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ നമ്മൾ ചുമ്മാ എഴുതി നോക്കുക. സോ ഇവിടുത്തെ KSPയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് മഗ്നീഷ്യം 2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ KSP വാല്യൂ 1 into 10 raised to minus 11 നമുക്കറിയാം. മഗ്നീഷ്യം 2 പ്ലസ് 0.1 ആണെന്നും അറിയാം. പക്ഷെ നമുക്ക് OHൻ്റെ കോൺസെൻട്രേഷൻ എന്ത് അറിയില്ല. അപ്പോൾ നമ്മൾ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ എഴുതുവാണ്. സോ ദിസ് ഈസ് OH മൈനസ് കോൺസെൻട്രേഷൻ സ്ക്വയർ. സോ OH മൈനസ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 raised to minus 10 എന്ന് വരും. സോ OH മൈനസ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു 10 raised to minus 5 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ മക്കളെ ഈ പ്രസിപ്പിറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള POH എന്താ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഈക്വൽ ടു എന്തെന്ന് വരും? 5 എന്ന് വരും. ദെയർഫോർ PH ഇസ് ഈക്വൽ ടു എന്താണ്? 14 മൈനസ് POH, ദറ്റ് ഈസ് 14 മൈനസ് 5, ആൻസർ 9 എന്ന് വരും. സോ ഈ ഒരു ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും 9 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള 2-3 ടേംസ് നോക്കാം. ഒന്ന്, എന്താണ് സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്കറിയാം. സോലിബിലിറ്റിയുടെ കോൺസെൻട്രേഷൻ്റെ കോൺസെൻട്രേഷൻ്റെ ഓക്കെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ബിഗിൻസ് ടു പ്രസിപ്പിറ്റേറ്റ് ഫ്രം എ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്നാ നോക്കാം. സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും KSP. നിങ്ങൾ എന്നാ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണത്തില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചെയ്യുന്ന മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ PYQ ഇല്ലേ? എല്ലാ PYQ 2024 തൊട്ടുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒത്തിരി വലുപ്പം കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിത് എഴുതാൻ പറ്റില്ല. എഴുതുമ്പം സ്ക്രീൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ. അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, എന്തായാലും എഴുതിയിട്ടുണ്ട്, നോക്കിയോ. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഡാറ്റ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാമല്ലോ, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരും. നമുക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം. അപ്പോൾ നോക്കിയോണേ, ഇതിൽ നമ്മളുടെ KSP വാല്യൂ, അതായത് സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു സ്പൈറിംഗ്ലി സോലിബിൾ സോൾട്ടിനെ നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് അതിൽ വളരെ കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യൂ. ആ ഡിസോസിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടിയ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി ടേമുകളുടെ പ്രൊഡക്റ്റ്, വിച്ച് ഇസ് കോൾഡ് KSP. അപ്പം നമ്മൾ ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ എഴുതി വന്നപ്പോൾ മനസ്സിലായി OH മൈനസ് കോൺസെൻട്രേഷൻ ആണ് തരാത്തത്. അപ്പോൾ നമുക്കതിൽ നിന്ന് POH പിടി കിട്ടും. എന്നിട്ട് ഏത് PHലാണ് ഈ ഒരു പ്രസിപ്പിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു PHന് താഴേക്ക് കുഴപ്പമില്ല, ഈ PHന് മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രസിപ്പിറ്റേഷൻ സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 9, ഈ ഒരു PH 9 വരെ ഓക്കെ ആൻസർ കിട്ടി. ഇനി സോലിബിലിറ്റി പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സോലിബിലിറ്റി പ്രൊഡക്റ്റ് സ്പൈറിംഗ്ലി സോലിബിൾ സോൾട്ടുകൾക്കാണ് സാധാരണ കൊടുക്കാറ്. അങ്ങനെ ഞാനൊരു സോൾട്ട് എഴുതുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AXBY വിച്ച് ഈസ് എ സ്പൈറിംഗ്ലി സോലിബിൾ സോൾട്ടാണെന്ന് വിചാരിച്ചോ. സ്പൈറിംഗ്ലി സോലിബിൾ സോൾട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ KSPയുടെ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് എന്ത് X raised to X ഇൻറ്റു Y raised to Y ഇൻറ്റു S raised to X plus Y എന്ന് എഴുതിയാൽ മതി. ഈ ഒരു എന്താ പറയുക ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് KSPയുടെ എക്സ്പ്രഷൻ വളരെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. സോ KSP ഈക്വൽ ടു X raised to X ഇൻറ്റു
y raised to y into s raised to x plus y. ഇത് വെച്ച് നമുക്ക് സോലിബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ അടിക്കരുത്. സോലിബിലിറ്റിയുടെ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സോലിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾ സോലിബിലിറ്റി പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ KSPയുടെ എക്സ്പ്രഷൻ എഴുതി നോക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ ഡേറ്റ തന്നിരിക്കുന്നത് Mg2+ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ OH മൈനസിൻ്റെ ഡേറ്റ ഇല്ല. അപ്പോൾ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്ന് POH കണ്ടുപിടിക്കാം. POH കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് കണ്ടുപിടിക്കാം? pH കണ്ടുപിടിക്കാം. കാരണം pH എന്ന് പറയുന്നത് ശരിക്കും സൊല്യൂഷൻ്റെ ഇവർ ഏത് pHലാണെന്നാണ് ചോദിക്കുന്നത്, ആ pH നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. ഇതാണ് pH ആൻഡ് റിക്വയർഡ് ഫോർ ദി precipitation ഫ്രം എ സൊല്യൂഷൻ. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. സോ ഇത് KSPയും PHയും. ഇവിടെ നമുക്ക് KSP എന്താണെന്ന് പറഞ്ഞു. KSPയുടെ ആ ഒരു സമ്മറി കിട്ടിയിട്ടുണ്ടാവും. KSP = x raised to x into y raised to y into s raised to x plus y. ആർക്ക് മാത്രമുള്ള സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ടുകൾക്കാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാവേ. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ദി pH ഓഫ് ആൻ aqueous solution containing 1 molar benzoic acid pK value 20 and 1 molar sodium benzoate is 4.5. The volume of benzoic acid solution in 300 ml of this buffer solution is dash ml. ഇത് അവർ ബഫറിന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് ബഫറാണെന്ന്. ചിലപ്പോൾ ഇവർ ബഫർ തരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബഫർ എന്താണെന്ന് അറിയാൻ വേണ്ടി, ബഫർ എന്ന് വെച്ചാൽ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH ആണ്. റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH. അപ്പം നിങ്ങൾ ഒരു റിയാക്ഷൻ നടത്താൻ പോവാണ്. നിങ്ങൾ ആ റിയാക്ഷൻ്റെ pH 9.25 മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളപ്പോൾ എന്ത് ചെയ്താൽ മതി? 9.25 മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബഫറിൽ ആ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ആഡ് ചെയ്താലും ആ ബഫറിൻ്റെ pH അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ pHൽ വലിയ ചേഞ്ച് വരത്തില്ല, കുഞ്ഞ് ചേഞ്ച് വരും. അത് നെഗ്ലിജിബിൾ ചേഞ്ചാണ്. അങ്ങനെ pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് 3 രീതിയിലാണ്. ഒന്ന്, ഒരു വീക്ക് ആസിഡ് എടുക്കുക, എന്നിട്ട് അതിനെ ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് വെച്ച് മിക്സ് ചെയ്യാം. 2, ഒരു വീക്ക് ബേസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് വെച്ച് മിക്സ് ചെയ്യാം. 3, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് നേരെ എന്തായിട്ട് വർക്ക് ചെയ്യും? നമ്മളുടെ ബഫറായിട്ട് വർക്ക് ചെയ്യും. ഇതിൽ ആദ്യത്തേനെ നമ്മൾ വിളിക്കുന്ന പേര് അസിഡിക് ബഫറാണ്. രണ്ടാമത്തേനെ വിളിക്കുന്ന പേര് ബേസിക് ബഫറും ഏറ്റവും ലാസ്റ്റത്തേനെ വിളിക്കുന്ന പേര് ന്യൂട്രൽ ബഫറുമാണ്. അസിഡിക് ബഫറും ബേസിക് ബഫറും ന്യൂട്രൽ ബഫറും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബഫറിൽ ആദ്യത്തെ 2 ബഫറുണ്ട്. ഈ 2 ബഫറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3COOH ആൻഡ് CH3COONA അല്ലെങ്കിൽ CH3CO- അസിഡിക് ബഫറാണ്. അതുപോലെ NH4OH പ്ലസ് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് മീൻസ് ആസിഡ് NH4+, അല്ലെങ്കിൽ നിങ്ങൾക്ക് NH4Cl എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്താ പറയുക ബേസിക് ബഫറാണ്. ഇവരുടെ എല്ലാം pH കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഹെൻഡേഴ്സൺ-ഹെസൽബാച്ച് ഇക്വേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഏതാ CH3COOHും പിന്നെ ഏതാ CH3COONA ആണല്ലോ. ഇതിൽ CH3COOH ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ്, ഞാൻ ഇതിങ്ങനെ എടുത്തു, എന്നിട്ട് പറയാം CH3CO- എന്നിട്ട് ഇതിൻ്റെ KAയുടെ എക്സ്പ്രഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് CH3CO- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CH3COOH എന്നാണ്. ഇനി നിങ്ങൾ ഈ എക്സ്പ്രഷനിലെ 2 സൈഡിലോട്ടും ലോഗ് എടുത്തേ, എങ്ങനെ വരും? ലോഗ് KA നമുക്ക് താഴേക്ക് എഴുതാം അല്ലേ. ഞാൻ 2 സൈഡിലും ലോഗ് എടുക്കുവാണ്. സോ ലോഗ് KA ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ്, ഇത് മൊത്തത്തിൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? ലോഗ് അസറ്റേറ്റ് അയോൺ പ്ലസ് ലോഗ് H+ അല്ലേ, മൈനസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് വരും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ പറയുക ലോഗ് K ലോഗ് H+ ഉണ്ടല്ലോ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം മൈനസ് ലോഗ് H+ ആവും. മൈനസ് ലോഗ് H+ എന്ന് വെച്ചാൽ pH ആണ്. അപ്പോൾ ഇതെപ്പുറം വരുമ്പോഴാണ് മൈനസ് ലോഗ് K എന്ന് വെച്ചാൽ pK ആണ്. അപ്പോൾ ഇത് എന്ത് വരും? ലോഗ് ആസിഡും സോൾട്ടും ആസിഡും. അപ്പം ഞാൻ മൈനസ് ആയതുകൊണ്ട് എങ്ങനെ ഇട്ടു? പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ
divided by concentration of acetic acid. മക്കളെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ. കണ്ടോ, എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിറൈവ് ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനതൊരു ഇക്വേഷനായിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. സോ ഫോർ അസിഡിക് ബഫർ pH equal to pKa plus log concentration of അല്ലേ conjugate base divided by concentration of weak acid. അതുപോലെ POH is equal to pKb plus log concentration of conjugate acid divided by concentration of base. ഇത് രണ്ടുമാണ് ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ അല്ലേ. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മളുടെ pH കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഫറിനെ കുറിച്ച് പറയാനുള്ളത്. ബഫർ സാധാരണഗതിയിൽ pH റെസിസ്റ്റൻസ് അല്ലെങ്കിൽ pHനുണ്ടാകുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. 3 ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ആണുള്ളത്. അസിഡിക് ബഫർ, ബേസിക് ബഫർ ആൻഡ് ന്യൂട്രൽ ബഫർ. ന്യൂട്രൽ ബഫർ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആയതുകൊണ്ട് ഓൾറെഡി നമുക്കതിൻ്റെ pHൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാം. pH equal to 7 + ½ into pKa minus pKb. ബാക്കിയുള്ള രണ്ട് പേരുടെ pHൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ഫ്രം ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ. നിങ്ങൾ NCERT-ൽ ലോഗ് ഓഫ് സോൾട്ട് ബൈ ആസിഡ്, സോൾട്ട് ബൈ ബേസ് എന്നാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് കോൺജുഗേറ്റ് ബേസ് ബൈ ആസിഡ്, കോൺജുഗേറ്റ് ആസിഡ് ബൈ ബേസ് എന്ന് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ശരി, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിൽ നോക്കിയോ, ക്വസ്റ്റ്യൻ്റെ അകത്ത് ദി pH ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ അല്ലേ, pH ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 molar ബെൻസോയിക് ആസിഡ്. ആദ്യം നമുക്ക് ബെൻസോയിക് ആസിഡിൻ്റെ ഡേറ്റ എഴുതാം. സോ ബെൻസോയിക് ആസിഡിൻ്റെ ഡേറ്റ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്ന 1 ആണ്. പിന്നെ അയാളുടെ pKa എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് സോഡിയം ബെൻസോയേറ്റ് അടുത്ത ആൾ നമ്മൾ എഴുതുവാണ് സോഡിയം ബെൻസോവേറ്റ്. സോ സോഡിയം ബെൻസോവേറ്റിൻ്റെ അകത്ത് മൊളാരിറ്റി എന്ന് പറയുന്ന 1 ആണ്. പിന്നെ അവരുടെ pH, സൊല്യൂഷൻ്റെ pH അവർ തന്നിട്ടുണ്ട് 4.5 എന്ന് തന്നു. പിന്നെ വേണ്ടത് വോളിയം ഓഫ് ബഫർ സൊല്യൂഷൻ, ടോട്ടൽ വോളിയം ഓഫ് ദി ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 300 ml ആണെന്ന് തന്നു. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി വോളിയം ഓഫ് ബെൻസോയിക് ആസിഡ്. അതായത് മൊത്തമുള്ള ബഫറിൻ്റെ അകത്ത് ബെൻസോയിക് ആസിഡിൻ്റെ വോളിയം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു വീക്ക് ആസിഡും അത് അയാളുടെ കോൺജുഗേറ്റ് ബേസും ആണ് അല്ലേ. വീക്ക് ആസിഡും ഇത് അയാളുടെ കോൺജുഗേറ്റ് ബേസും ആണ്. അപ്പോൾ ഇത് എന്ത് ബഫറാണ്? അസിഡിക് ബഫറാണ്. അങ്ങനെ അസിഡിക് ബഫർ ആണെങ്കിൽ ഹെൻഡേഴ്സൺ ഇക്വേഷൻ എന്താണ്? pH is equal to pKa plus log concentration of conjugate base divided by concentration of the weak acid. Okay, pH എത്രയാ? 4.5. pKa എത്രയാ മക്കളെ? pKa 20 ആണോ? pKa ആരുടെ 20 തന്നേക്കുന്നത്? ബെൻസോയിക് ആസിഡിൻ്റെ അല്ലേ. ബെൻസോയിക് ആസിഡിൻ്റെ pKa ആണ് 20. 20 അല്ലേ. ഓക്കെ, അപ്പം pKa is equal to 20 പ്ലസ് ലോഗ്. എനിക്ക് തോന്നി ക്വസ്റ്റ്യനിൽ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, അത്രയും വലിയ pKa വാല്യൂ ബെൻസീൻ വരുമോ നോക്കട്ടെ. നമുക്ക് അത് 2024 ക്വസ്റ്റ്യൻ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്ക് ഉണ്ട്. 2024 January 30 Shift 2 ക്വസ്റ്റ്യൻ. ദി pH ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 molar ബെൻസോയിക് ആസിഡ് pKa equal to 4.20. അവർ 20 എന്നായിട്ടേക്കുന്നത്. ഇത്രയും വലിയ pKa വരില്ല. അപ്പം ഞാനിത് ഒന്ന് തിരുത്തുവാണ്. pKa 20 അല്ല 4.20 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മാറ്റി. pKa വാല്യൂ വിൽ ബി എത്രയാ? 4.20 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തു 4.20. ഞാൻ പറഞ്ഞില്ല അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. 4.2 എന്ന് എഴുതി പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് എന്ന് കിട്ടി. ഇനി നിങ്ങളിത് സോൾവ് ചെയ്ത് പറഞ്ഞേ അല്ലേ. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പറയുമ്പം
the log of concentration of conjugate base divided by concentration of weak acid equal to 4.5 minus 4.2 0.3 ആ. അത് നോക്കുമ്പോഴേ നിങ്ങൾക്കറിയാം log എത്ര വന്നാലാ 0.3 log 2 ആണ് 0.3 which means that concentration of conjugate base by concentration of weak acid which is equal to 2 എന്ന് കിട്ടി മക്കളെ. കാരണം log 2 എന്ന് പറയുന്നതാണ് ആരുടെ വാല്യൂ 0.3യുടെ വാല്യൂ എന്ന് നമുക്കറിയാം. സോ ഇത്രയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വോളിയത്തിനെ കുറിച്ചാണല്ലോ. അപ്പം നമ്മൾ ഇവരുടെ കോൺസെൻട്രേഷൻ എടുക്കാൻ പോവാണ്. എവിടെ? ആഫ്റ്റർ ബഫർ അല്ലേ. സോ ഇൻ ബഫറിലാണ് കോൺസെൻട്രേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. നമുക്കിനി വീക്ക് ആസിഡ് എന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ബഫർ. കാരണം ഫൈനൽ വോളിയം ബഫർ ആണല്ലോ. ഇനി മൊളാരിറ്റി 1 ആണ്, വോളിയം V ആണെങ്കിൽ വോളിയം ഓഫ് ദി ബഫർ നമുക്ക് 300 ml ആണെന്ന് അറിയാലോ. ഇനി ചെയ്യാൻ പോകുന്ന കോൺജുഗേറ്റ് ബേസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഹിയർ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബഫർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോളിയം നമുക്ക് രണ്ട് തരത്തിൽ വരും. അപ്പം ഞാനിവിടെ മൊളാരിറ്റി 1 തന്നെയാണ്, വോളിയത്തിന് ഞാൻ 300 മൈനസ് V എന്ന് കൊടുക്കുവാണ്. കാരണം നിങ്ങളുടെ ബെൻസോയിക് ആസിഡിൻ്റെ വോളിയം നിങ്ങൾ V എന്ന് എടുത്തു, മൊത്തമുള്ള വോളിയം എന്ന് പറയുന്നത് 300 അങ്ങനെയാണെങ്കിൽ സോഡിയം ബെൻസോയേറ്റിൻ്റെ വോളിയം മിച്ചമുള്ള വോളിയം ആയിരിക്കും. അപ്പോൾ സോ യു ക്യാൻ ടേക്ക് 300 മൈനസ് V ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ബഫർ എന്ന് പറയുന്നത് 300 ml. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻസ് വാല്യൂസ് കൊണ്ട് ഇതിൽ തട്ടുവാണ്. ദെയർഫോർ കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് പറയൂ 300 മൈനസ് V ബൈ 300. കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ആസിഡോ തിരിച്ച് 300 ഡിവൈഡഡ് ബൈ V വിച്ച് ഈസ് ഈക്വൽ ടു 2 വരും. ഇത് രണ്ടും കട്ടായിപ്പോയി. സോ 300 മൈനസ് V ഇസ് ഈക്വൽ ടു 2V. ദാറ്റ് ഈസ് 300 ഈക്വൽ ടു 3V. സോ V ഇസ് ഈക്വൽ ടു 100 എന്ന് വരും. സോ V എന്താ? വോളിയം ഓഫ് ബെൻസോയിക് ആസിഡ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ബഫറിൽ എത്ര ml ആണ് ബെൻസോയിക് ആസിഡ് ഉള്ളത്? ബെൻസോയിക് ആസിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് 300 ml ആണ്. സോ ആൻസർ ഈസ് 300. 2024 ഷിഫ്റ്റ് 2ലെ ചോദ്യമാണ്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ബഫറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ എന്താ പറയുക, കാണാതെ പഠിച്ച് ചെയ്യുന്നത് പോലെ ചെയ്യരുത്, കോൺസെപ്റ്റ് ഉണ്ടാക്കി ചെയ്താലേ ക്ലിക്ക് ആവുള്ളൂ. അപ്പം നിങ്ങൾ അത് നോക്കി തന്നെ ചെയ്തോണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അതിൻ്റെ കൂടെ അതിൻ്റെ കീ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരിക്കലും കീ നോക്കിയിട്ടല്ല സോൾവ് ചെയ്യുക. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഫുള്ള് തന്നെ ചെയ്തു നോക്കും. അപ്പം നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും എറർ സംഭവിക്കും. എന്നിട്ട് എവിടെയാണ് എറർ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ലൈവിൽ കയറുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ നമ്മൾ റെക്ടിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി കീ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു തവണ ഞാൻ ഇത് സെയിം പ്രോബ്ലം ചെയ്തപ്പം അവർ തന്ന കീ വെറുതെ നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അവർ ചെയ്തിട്ടിരിക്കുന്ന ചുമ്മാ വോളിയം എന്നൊക്കെ പറഞ്ഞ ഡയറക്റ്റ്ലിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഹിൻറ്റിൻ്റെ അകത്തും അങ്ങനെയൊക്കെ കാണുണ്ടാവുക. ചില ക്വസ്റ്റ്യൻസ് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ ആ ഹിൻറ്റിലേക്കൊന്നും പോകണ്ടോ. ഇങ്ങനെ നമ്മളുടെ കോൺസെപ്റ്റ് ഇത് ഞാൻ തന്നെ മോൾ കോൺസെപ്റ്റ് തന്നെ വെച്ച് ചുമ്മാ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അവർ ചുമ്മാ വെറുതെ വോളിയം എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി എടുത്തിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. 100 നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്, കിട്ടിയെന്ന് മനസ്സിലാവുന്നു. അപ്പം നല്ലൊരു ക്വസ്റ്റൻ ഇപ്പോൾ ചെയ്ത്. അപ്പോൾ ബഫറിനെ കുറിച്ചൊരു ഐഡിയ ആയി എന്ന് മനസ്സിലായി. ബഫർ 3 ടൈപ്പ് ഉണ്ട്: ആസിഡ് ബഫർ, ബേസിക് ബഫർ, ന്യൂട്രൽ ബഫർ. ബഫറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ, അതുവഴി നമ്മൾ ഈ പ്രോബ്ലം ചെയ്തു. മനസ്സിലായോ? ഓക്കെ, ശരി. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 100. ഓക്കെ. ഓ ശരി, സോറി, 300 അല്ല, അത് ടോട്ടൽ വോളിയല്ലേ. ആൻസർ എത്രയാണ്? 100. ഓക്കെ, അതാ പറഞ്ഞത് അല്ലേ, സോറി. 100 ആണേ, 100. സോ 300 അല്ല, നമ്മൾ കണ്ടുപിടിച്ച ആൻസർ 100. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, വായിക്കാമല്ലോ അല്ലേ.
Ka for acetic acid is 1.8 into 10 raised to minus 5 and Kb for ammonium hydroxide is 1.8 into 10 raised to minus 5. അതാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെയും Ka, Kb വാല്യൂ സെയിം ആ 4.74 എന്നാണ് ഇത് രണ്ടും ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് നോക്കാം. pH of ammonium acetate solution will be അപ്പോൾ നോക്കിക്കോണം. നിങ്ങൾ അമോണിയം അസറ്റേറ്റ് ഇതെന്താണ് ഒരു വീക്ക് ആസിഡാണ്, ഇതെന്താണ് ഒരു വീക്ക് ബേസ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും Ka ഈക്വൽ ടു Kb അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ Pka ഈക്വൽ ടു എന്താ Pkb അല്ലേ? അങ്ങനെയാണെങ്കിൽ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസിൻ്റെ pHൻ്റെ ഇക്വേഷൻ നമ്മൾ ഏതാ പറഞ്ഞത്? pH is equal to 7 plus half into pKa minus pKb. Entire term will be equal to 0. അപ്പോൾ pH is equal to 7 എന്നല്ലേ കിട്ടുന്നതെന്ന്. സോ ആൻസർ is 7 അല്ലേ? ആൻസർ 7 കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് 2024 ഫെബ്രുവരിയിലെ ഷിഫ്റ്റ് 1 ചോദ്യമാണ്. മനസ്സിലായോ? ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെയാണ്. ഇത് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് അല്ല, strong acid and weak base alla, weak acid and strong base alla, it is a salt of weak acid and weak base. So ammonium acetate can work as neutral buffer അല്ലേ? ഇയാൾക്ക് ഒരു ന്യൂട്രൽ ബഫറായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അമോണിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ ബഫറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ബഫറിനെ കുറിച്ചും സോൾട്ട് ഹൈഡ്രോളിസിസിനെ കുറിച്ചുള്ള 2-3 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മില്ലി മോൾസ് ഓഫ് calcium hydroxide required to produce 100 ml of the aqueous solution of CH12 is അവിടെ എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ എനിക്ക് വന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നായിരിക്കും. നമുക്ക് നോക്കാവേ. Okay, aqueous solution of pH equal to 12 enna. Okay, aqueous solution of pH is equal to 12 ingeneyane is x into 10 raised to minus 1. The value of x is nanu chodyam. Assume complete dissociation. അപ്പോൾ അവർ 2023 ജാനുവരി 29 ക്വസ്റ്റ്യൻ 2023 അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം അവർ പറഞ്ഞ പോലെ മില്ലി മോൾസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടത്. റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 100 ml ഓഫ് aqueous solution ഓഫ് pH12. അപ്പം നിങ്ങൾ എന്തറിയണം? മില്ലി മോൾസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ആൻഡ് ദേ ഗിവൺ വോളിയം ആസ് 100 ml, ബട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മൊളാരിറ്റി. മൊളാരിറ്റി ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ മൊളാരിറ്റി ഇല്ല, പകരം pH ഉണ്ട്. pH ഓഫ് ദി സൊല്യൂഷൻ വിൽ ബി എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ POH എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എത്രയാണ്? 10 raised to minus 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം 10 raised to minus 2. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2 ആണല്ലോ. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനോ അതിൻ്റെ പകുതിയല്ലേ എന്ന് മനസ്സിലായോ? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2 ആണെങ്കിൽ പറ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ 10 raised to minus 2/2. മനസ്സിലായെന്ന് പറയൂ. മനസ്സിലായോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, യെസ്, ഒരാളെങ്കിലും പറഞ്ഞു. യെസ്, ഓക്കെ. ഇപ്പം നോക്കിക്കോണേ, ഇതേ നമ്മൾ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം 2+ 2 OH- ആയിട്ടാണ് മുറിയുന്നത്. അപ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ സപ്പോസ് ഇത് 1 മോളാർ ആണെങ്കിൽ ഇത് 0 ആയാ അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0-ഉം 1-ഉം ഇത് 1 × 2 മോളാറാണ്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. കാൽഷ്യം has the same concentration. Calcium also has the same concentration, right?
കാൽഷ്യം അല്ല OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻²ആണെങ്കിൽ മക്കളെ കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ പകുതി. ഓക്കെ ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അതേ കോൺസെൻട്രേഷനാണ് കാൽഷ്യത്തിനും. യെസ്, അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. ദാറ്റ് ഈസ് 0.5 × 10⁻² ഈക്വൽ ടു 5 × 10⁻³ എന്ന് കിട്ടി. ഇനി പറഞ്ഞേ കോൺസെൻട്രേഷൻ അറിയാം, മൊളാരിറ്റി കിട്ടി, ദാറ്റ് മീൻസ് മൊളാരിറ്റി കിട്ടി, വോളിയം അറിയാം. ഇനി പറഞ്ഞു മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, വിച്ച് മീൻസ് ദാറ്റ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം, ദറ്റ് ഈസ് 5 × 10⁻³ ഇൻറ്റു വോളിയം എത്രയാണ് 100 ml ആണ്, ദിസ് ഇസ് മില്ലിമോൾ. സോ ദിസ് ഇസ് 5 × 10⁻⁻1 മില്ലിമോൾ എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണ്ടത് x × 10⁻⁻1 ഓക്കെ. അപ്പോൾ ആൻസർ കിട്ടിയല്ലേ, മില്ലിമോൾ ആയതുകൊണ്ട് x ഇസ് ഈക്വൽ ടു 5. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടിയോ നോക്കി. 5 കിട്ടിയായിരുന്നോ? 5 കിട്ടിയായിരുന്നല്ലോ. ഇത് ചുമ്മാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. pHൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരെ H+ൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലിമോൾസ് കണക്കാക്കിയ പ്രോബ്ലം. അപ്പോൾ ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി നോക്കണം കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഭയങ്കര ഡൗട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. സെറ്റ് മെൽവിൻ ടിന്നു സെറ്റായി. ഓക്കെ ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. ഇതൊക്കെ മെയിൻസിൻ്റെ ചോദ്യങ്ങളാണ്, നോർത്തിട്ട് കേട്ടോ. മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അടുത്തത് 2023 ജാനുവരി 20 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നോക്കാവേ. 100 ml 0.01 molar HCl is mixed with 400 ml of 0.01 molar H2SO4. The pH of the mixture is എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഡാഷ് ഇൻറ്റു 10⁻². പിന്നെ നമുക്ക് ലോഗിൻ്റെ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് pH ഓഫ് ദി മിക്സ്ചറാണ് കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഫ്രം ദി മിക്സ്ചർ എടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ടത് pH ഓഫ് ദി മിക്സ്ചർ ആണ്. ഇതാണ് ഇക്വേഷൻ. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻ ദി മിക്സ്ചർ ഈക്വൽ ടു പറഞ്ഞ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഫ്രം HCl പ്ലസ് concentration of H+ from H2SO4 ചെയ്താൽ മതിയല്ലോ അല്ലേ, ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ, വോളിയം ഓഫ് ദി മിക്സ്ചർ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl അല്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഫ്രം HCl എന്ന് എഴുതാം അല്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഫ്രം HCl ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് വോളിയം ഫൈനൽ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഫ്രം H2SO4 ഡിവൈഡഡ് ബൈ വോളിയം ഫൈനൽ. സോ വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഫ്രം HCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ ഫ്രം H2SO4 ഡിവൈഡഡ് ബൈ വോളിയം ഫൈനൽ. ഇനി നമ്പർ ഓഫ് മോൾസ് പറഞ്ഞേ ദറ്റ് ഈസ് മൊളാരിറ്റി M1 × V1 പ്ലസ് M2 × V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 എന്ന് എടുത്താൽ മതി. ഇനി ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചുമ്മാ M1 M2 എന്നും പറഞ്ഞെടുക്കരുത്. പറഞ്ഞേ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻ ദി മിക്സ്ചർ ഇസ് ഈക്വൽ ടു M1 എത്രയാ 0.01 × 100 × 1, കാരണം ഇതിൽ ആകെ ഒരു H+ ഉള്ളൂ. പക്ഷേ ഇവിടെ 2 H+ ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം പറയാൻ. പ്ലസ് 0.01 × എത്ര ml 400 × 2 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 400 500. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും 1 പ്ലസ് 8 അല്ലേ, 8/500 എന്ന് വരും. ദിസ് ഈസ് 9/500 എന്ന് വരും. സോ ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ നോക്കി. 100 × 0.1 എന്ന് വെച്ചാൽ 1 പ്ലസ് 400 × 0.1 എന്ന് വെച്ചാൽ 4 × 2 എന്ന് പറയുമ്പം 8, 1 + 8 = 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം 500. ശരി, ഇനി നമ്മൾ ഇത് നേരെ കൊണ്ട് pHൻ്റെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. സോ pH ഓഫ് ദി മിക്സ്ചർ വിൽ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 9/500 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 9നെ നമുക്ക്
നമുക്ക് log 9ന്റെ വാല്യൂ അവർ തന്നിട്ടില്ലല്ലോ. log 3 square minus log 500 എന്ന് എഴുതാം. സോ ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 log 3 അല്ലേ, മൈനസ് ഓഫ് 2 ഇൻറ്റു log 3 0.48 എന്നുണ്ട്, മൈനസ് log 500 വേണം. log 5 0.69 അല്ലേ, log 500 2.69 ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ log 5 0.69, log 50 1.69, log 500 2.69 ആ രീതിയിലാണ് പോവുക, 9/500. ഓക്കെ, ഇനി നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് മൈനസ് ഓഫ് ഇത് എത്രയാണ് 0.96 മൈനസ് 2.69 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 2.69 മൈനസ് 0.96 എന്ന് വരും. സോ ദിസ് ഇസ് 3 അല്ലേ, 9 പ്ലസ് 7 ആണ്. ഇതെത്ര വരും 1.73. അപ്പം നിങ്ങൾക്ക് ആൻസർ 1.73 എന്ന് കിട്ടും. ഇതാണോ നോക്കി കാൽക്കുലേഷൻ 1.73 നമ്മൾ ചെയ്താലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം. 3 സ്ക്വയർ 2 ഇൻറ്റു 0.48 0.96 പിന്നെ 2.69 വന്നു. log 500 log 5 വരുമ്പോൾ 0.69, log 50 1.69, log 500 2.69, 1.73 എന്നാണ് പി എച്ച് കിട്ടുന്നത്. പിന്നെ പി എച്ച് ഓഫ് ദി മിക്സ്ചർ ഇങ്ങനെ അവർ കൊടുത്തേക്കുന്നത് അല്ലേ, നമുക്കിതിനെ 173 ഇൻറ്റു 10⁻⁻² എന്ന് എഴുതാം. സോ ആൻസർ എന്ന് പറയുന്നത് 173 ആണോ മക്കളെ കിട്ടുന്നത് നോക്കി, 173 അല്ലേ, 173. അപ്പോൾ ചെയ്ത രീതി മനസ്സിലായോ നിങ്ങളെ ഇക്വേഷനിൽ? ശരിക്കും ഇങ്ങനെ m1 v1 പ്ലസ് m2 v2 ബൈ v1 പ്ലസ് c2 എന്ന് ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ചില ആളുകൾ തെറ്റിക്കും. ഇവിടെ ഒരു HClലും അവിടെ 2 ഒരു H പ്ലസും അവിടെ 2 H പ്ലസും ആയതുകൊണ്ട് അവിടെ ഇൻറ്റു 2 ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് കൂട്ടിയെടുത്തതെന്ന് നിങ്ങൾക്കറിയാം, 2 ആസിഡുകൾ തമ്മിൽ ഒരിക്കലും റിയാക്ട് ചെയ്യത്തില്ല. ആസിഡും ബേസും ആണെങ്കിലോ ദേ വിൽ റിയാക്ട്. ആ സമയത്ത് നിങ്ങൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ഡിഫറൻസ് എടുക്കണ്ട. ഇവിടെ നമ്പർ ഓഫ് മോൾസിൻ്റെ സമ്മാണ് എടുത്ത് ഓർക്കണം കേട്ടോ. നോർമാലിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നോർമാലിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നോർമാലിറ്റി യൂസ് ചെയ്യുന്ന സമയത്തെ ഇവിടെ ഞാൻ ഈ 2 പേരും നോർമാലിറ്റിയിലേക്ക് മാറ്റി വിചാരിച്ചോ. എന്നിട്ട് ഈ കിട്ടിയ H+ ഞാൻ ഫുള്ള് നോർമാലിറ്റിയിൽ എടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മൊളാരിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മൊളാരിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഒരു പ്രശ്നം വരുന്നത് തന്നെ, ഒരു സ്ഥലത്ത് HClൻ്റെ എൻ ഫാക്ടറും മറ്റേത് H2SO4ൻ്റെ എൻ ഫാക്ടറുമാണ്. അപ്പം നമ്മൾക്ക് എന്താ പറയുക, നോർമാലിറ്റി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. 2ഉം HCl HNO3 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇവിടെ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എൻ ഫാക്ടർ എടുക്കുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മൊളാരിറ്റി തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമായിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഭിനവ് ഓക്കെ സാർ, സെറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ. ഇക്വിലിബ്രിയം ഭയങ്കര എളുപ്പമല്ലടോ. ഇക്വിലിബ്രിയം എത്ര പാടുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ കുറച്ചുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ കോൺസെപ്റ്റ് ഭയങ്കര എളുപ്പമല്ലേ, നല്ല രസമല്ലേ ചെയ്യാൻ അല്ലേ. ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ ഇത്ര ഇട്ടാൽ ഇത്ര മോള് കിട്ടും, അപ്പോൾ അത് ഡിസോൾവ് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു രസമില്ലേ? അതെ, മെത്തേഡ് ആണ് ഈസി. ഓക്കെ, അപ്പോൾ അടുത്ത പറയുവാണേ. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ അപ്രോച്ചിങ് ഇക്വിലിബ്രിയം അറ്റ് 27 degrees Celsius and 1 atm pressure. A plus B gives C plus D. ആ റിയാക്ഷൻ 27 degrees Celsiusലും 1 atmലും എവിടെ എത്തിയെന്നാണ് പറഞ്ഞ് ഇക്വിലിബ്രിയത്തിലെത്തി. ഇനി ദി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് അറ്റ് 27 degrees Celsius ഈസ് -0 കിലോ ജൂൾ. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ, നമുക്ക് നോക്കാം. ഇവർ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A plus B gives C plus D ആണ്. അപ്പോൾ ഫോളോയിങ് റിയാക്ഷൻ അപ്രോച്ചിങ് ഇക്വിലിബ്രിയം അറ്റ്, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, A plus B gives C plus D എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് നമ്മൾ ഇപ്പോൾ തൽക്കാലം വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ΔRG എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദി റിയാക്ഷൻ ഈക്വൽ ടു ഇതോ ΔRG സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാലോ ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദി റിയാക്ഷൻ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പ്ലസ് RT/LN/Q എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനും ΔG ഈക്വൽ ടു ΔG സ്റ്റാൻഡേർഡ് പ്ലസ് RT/LN/Q വേർ Q റെപ്രസെൻറ്റ്സ് റിയാക്ഷൻ കോഷ്യൻ്റ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. Q എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. റിയാക്ഷൻ കോഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ?
സെയിം അല്ലേ, ആരുടെ അതേ എക്സ്പ്രഷനാണ്, കോൺസെൻട്രേഷൻ കെ സിയുടെ അതേ എക്സ്പ്രഷനാണ്. അപ്പം നിങ്ങൾ റിയാക്ഷൻ കോഷ്യൻ്റ് കണ്ടുപിടിക്കുമ്പം C⁻C ഇൻറ്റു D⁻D/A⁻A⁴ സെയിം എക്സ്പ്രഷനാണ് ഉപയോഗിക്കുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് അറിയോ, നിങ്ങളൊരു റിയാക്ഷൻ തുടങ്ങി 8 മണിയായപ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 2 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 2 മണിക്കൂറിലാണ് ഇത് ഇക്വിലിബ്രിയത്തിലെത്തുള്ളൂ. ഈ 2 മണിക്കൂറിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 10 ആൻസർ കിട്ടും. ആൻസർ വിൽ ബി 10 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, 8 മണി ഒക്കെ റിയാക്ഷൻ സെറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം കേസിൻ്റെ വാല്യൂ 10 ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളൊരു 9 മണിയായപ്പോഴേക്കും ചുമ്മാ ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്ത് കോൺസെൻട്രേഷൻ എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ ചെയ്ത് നോക്കി. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ചുമ്മാ എടുത്ത് കേസ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൻ്റെ പേരാണ് റിയാക്ഷൻ കോഷ്യൻ്റ്. എന്ന് വെച്ചാൽ അത് കേസിയോട് ഈക്വൽ ആയിരിക്കില്ല. ഇനി നിങ്ങൾ ഒരു 9 ആയപ്പോൾ ക്ഷമ കെട്ട് ചെയ്തപ്പം ദോണ്ടേ 10 കിട്ടി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കള്ളം പറഞ്ഞ അല്ലേ, നിങ്ങളെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചാണ് ശരിക്കും റിയാക്ഷൻ 9 ആയപ്പോഴേക്കും ഇക്വിലിബ്രിയത്തിലെത്തി. എന്ന് വെച്ചാൽ കേസിയും നിങ്ങൾ ചെയ്ത ക്യൂസിയും ഈക്വൽ ആയാൽ ഇക്വിലിബ്രിയം. QC വലുതാണെങ്കിലോ, QC വലുതാകണമെങ്കിൽ ഇനിയും ആ വാല്യൂ ചെറുതാകാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ, നിങ്ങൾ ഫോർവേഡ് ഡിറക്ഷനിലേക്ക് പോകും. എന്ന് വെച്ചാൽ KC വീണ്ടും വലുതാകും. ഇപ്പോൾ QC വലുതാണെങ്കിൽ മീനിങ് KC ചെറുതാണെങ്കിൽ ബാക്ക്വേഡ്. എപ്പോഴും ഇങ്ങനെ ഓർത്താൽ മതി, KC വലുതാകണമെങ്കിൽ പ്രൊഡക്റ്റ് കൂടണമെങ്കിൽ ഫോർവേഡ് ഡിറക്ഷനിലേക്ക് നടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കോഷ്യൻറ്റും അതുപോലെ KCയും സെയിം എക്സ്പ്രഷനാണ്. പക്ഷേ KC കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിലെത്തിയതിന് ശേഷവും QC കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിലെത്തുന്നതിന് മുന്നേ ആയിരിക്കും. എന്താ, അറ്റ് എ സ്പെസിഫിക് ഇൻ്റർവൽ ഓഫ് ടൈം QC അറ്റ് ഇക്വിലിബ്രിയം KC. അത് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോണേ. ഇനി ഇത് റിവേഴ്സിബിൾ ആണല്ലോ. ഞാൻ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറഞ്ഞു, കാരണം അവർ ഇക്വിലിബ്രിയം അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണോ ചേഞ്ച്, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു റിയാക്ഷൻ്റെ ഫ്രീ എനർജി ചേഞ്ച് 0 ആയിരിക്കും. Q എന്ന് പറയുന്ന മക്കളെ എന്തായിട്ട് മാറും, K ആയിട്ട് മാറും. K എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ഈക്വൽ ടു ഡെൽറ്റ RG സ്റ്റാൻഡേർഡ് പ്ലസ് RT/ln/Q എന്ന് വരും. ഇനി ഇതിൽ നിന്ന് ഡെൽറ്റ RG സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു മൈനസ് RT/ln/Q അല്ല, നമ്മൾ ഇക്വിലിബ്രിയത്തിൽ K എന്ന് വരും, മൈനസ് RT/ln/K എന്ന് വരും, ഈക്വൽ ടു മൈനസ് 2.303 RT log K എന്നെടുക്കാം. സോ ഇതാണ് എന്താ ഇക്വിലിബ്രിയവും തെർമോഡൈനാമിക്സും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഫ്രീ എനർജി ചേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം റിലേഷൻ. സോ വാട്ട് യു മീൻ ബൈ ഫ്രീ എനർജി എന്ന് ചോദിച്ചാൽ പറയണം, ഒരാളുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 ജൂൾ എനർജി ഉണ്ട്, ഞാനതിൽ ഒരു 20 ജൂള് വെറുതെ പാഴാക്കി കളഞ്ഞു. ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുക, ഈ പേനയുടെ അടയ്ക്കുന്നു, ഇങ്ങനെ കയറ്റുന്നു, അടയ്ക്കുന്നു, ഇങ്ങനെ കയറ്റുന്നു, ഇങ്ങനെ കയറ്റുന്നു, അടയ്ക്കുന്നു, ഇങ്ങനെ ഞാനൊരു 10 ജൂൾ എനർജി കളഞ്ഞു. ഇതൊരു നോൺ യൂസ്ഫുൾ വർക്കാണ്. ആസ് പെർ ദി തെർമോഡൈനാമിക്സ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ വർക്കെല്ലാം യൂസ് ഇല്ലാത്ത വർക്കാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയോ, ഈ തൊണ്ട പൊട്ടിച്ച് പറയുന്ന പരിപാടി, അത് യൂസ്ഫുൾ വർക്കാണ്. ആർക്ക്? നിങ്ങൾക്ക്, എനിക്കും സാലറി കിട്ടും അല്ലേ. അപ്പം നമ്മളിത് യൂസ്ഫുൾ വർക്കാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ വർക്ക്, മറ്റേത് നോൺ യൂസ്ഫുൾ വർക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 100 ജൂൾ എനർജി ഉണ്ടായിരുന്നു, അതിൽ 10 ജൂള് ഞാൻ പാഴാക്കി കളഞ്ഞു. ബാക്കിയുള്ള 90 ജൂള് ഞാൻ യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചാൽ ആ എനർജിയുടെ പേരാണ് ഫ്രീ എനർജി. സോ ഫ്രീ എനർജി ഈസ് ദി അവൈലബിൾ എനർജി ടു ഡു യൂസ്ഫുൾ വർക്ക്. അപ്പോൾ അതും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ റിയാക്ഷൻ. സോ ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മറിയായേ? ശരി, ഇനി നമുക്ക് ചെയ്തു വരാം. അവർ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്താൽ മതി അല്ലേ. ഈക്വൽ ടു മൈനസ് 2.303 ഇൻറ്റു 8.3 എന്ന് എടുത്താൽ മതി എന്ന് അവർ പറഞ്ഞു. പിന്നെ ഏതാണ് RT ടെമ്പറേച്ചർ 300 കെൽവിൻ ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വേണം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അവർ നമ്മൾക്ക് തന്നിട്ടുണ്ടോ? എവിടെ നോക്കാം, നമുക്ക് തന്നിട്ടുണ്ടോ എന്നല്ലേ. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ അപ്രോച്ച്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഡെൽറ്റ ജി കണ്ടുപിടിക്കുമ്പം നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് നമ്മൾക്ക് അറിയണം. അതറിയണമെങ്കിൽ അല്ലേ, വേറെ എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, വേറൊന്നും തന്നിട്ടില്ല. ലോഗ് ln10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം ആ ഇക്വേഷനിൽ എന്തോ ഒരു സാധനം മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. എഗെയിൻ നമ്മളൊന്ന് നോക്കുവാണ്. ഓക്കെ, അത് ഈ ഒരു
ഈസി ബോർഡിൽ ഇത് ഇങ്ങനെ കയറുന്ന സമയത്ത് ഉണ്ട്. അതായത് എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡിയുടെ ഇക്വേഷൻ്റെ മേളിൽ ഇങ്ങനെയുണ്ട്. അതായത് കെ എഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഫോർവേഡ് റിയാക്ഷൻ 10⁻³ എന്നും കെ ബി റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ ഓർ റിവേഴ്സിബിൾ റിയാക്ഷൻ 6 എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. റിവേഴ്സ് റിയാക്ഷൻ ഈക്വൽ ടു 10² എന്നും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കെ എഫും. ഓക്കെ, ഇപ്പോഴല്ലേ ഇവിടുത്തെ കിട്ടിയത്. ഇനി നോക്കിയോ. ഓക്കെ, അപ്പോൾ കെ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് കെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർവേഡ് ബൈ റേറ്റ് കോൺസ്റ്റൻറ്റ് ബാക്ക്വേർഡ് ആണ് ഈക്വൽ ടു ഫോർവേഡ് 10⁻³ ബാക്ക്വേർഡ് 10². അപ്പോൾ 10 കിട്ടി. ഇപ്പോഴാണ് നമുക്ക് പിടുത്തം കിട്ടിയത് എന്തിനാണ് എല്ലാം 10 തന്നെയെന്ന്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും ഈ റിയാക്ഷനിൽ ഇനി നമുക്ക് ഇക്വേഷനിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താം. 2.303 log Kന് നമുക്ക് ln K എന്ന് എഴുതാമല്ലോ, കാരണം അത് ln ആണ് തന്നേക്കുന്നത് അല്ലേ. സോ -8.3 × 300 ln 10 എന്ന് എഴുതാം. K എന്ന് പറയുന്നത് 10 ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു -8.3 × 300 ln 10 is equal to 2.3 എന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇത് എത്ര വരും? 0.83 × 3 9 24 249 × 2.3. സോ 249 23 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 7 റിമൈൻഡർ 4 റിമൈൻഡർ 1 7, then 8 remainder 1 9 and this is 4. So 7 2 7 5. So ഇവിടെ നമുക്ക് -5727 എന്ന് വരും. അത്രയും ജൂളാണ്. കിലോ ജൂൾ ആക്കുമ്പോൾ -5.727 കിലോ ജൂൾ എന്ന് വരും. അവർ ചോദിച്ചേക്കുന്ന മൈനസ് അല്ലേ, അവർ ഇൻറ്റീജറിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നിയറസ്റ്റ് ഇൻറ്റീജർ ആകുമ്പം മക്കളെ ആൻസർ ഈസ് 6 അല്ലേ. 5.7 എന്ന് പറയുന്നത് 6 കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള തിയറിയും ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലായെന്ന് പറഞ്ഞ് മനസ്സിലായോ നോക്കൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള തിയറി പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കെയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തരാതെ അങ്ങനെ തന്നു. ഞാൻ അതിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അത് ആയി. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, അവർ ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് അവർ തരും. ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. ഇതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരുമ്പോൾ ഇങ്ങനെ ചേഞ്ച് വരുമല്ലോ. അപ്പോൾ ആ ചേഞ്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്. ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. നോക്കണേ. അറ്റ് 298 Kelvin N2 plus 3H2 gives 2NH3 K1 equal to 4 × 10⁻³ N2 plus O2 gives 2NO K2 is equal to 1.6 × 10⁻12 H2 plus half O2 gives H2O gas K3 equal to 1 × 10⁻13. Based on above equilibria, the equilibrium constant for this reaction is dash × 10⁻33. We have to report that one is nearest integer. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതിൻ്റെ പിന്നിലുള്ള തിയറി എന്ന് വെച്ചാൽ നോക്കിയേ, നിങ്ങളുടെ ഈ 3 ഇക്വേഷൻ, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 ഇക്വേഷനെ നമ്മൾ മോഡിഫൈ ചെയ്തുണ്ടാക്കിയ ഇക്വേഷനാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ A ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് B, ഇതിൻ്റെ കെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണെന്ന് ചുമ്മാ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് കെ സിയുടെ വാല്യൂ 10 കിട്ടിയെന്നും കൂടെ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 10 ആണ്. ഇനി ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ എന്താ പറയുക, റിവേഴ്സ് ചെയ്യുവാണ്. ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഗീവ്സ് എ എന്ന് വരും. അങ്ങനെ എഴുതുന്ന സമയത്തോ നമുക്ക് കെ സി ഡാഷ് എന്ന് എഴുതാം. ഇത് എ ഡിവൈഡഡ് ബൈ ബി ആ മക്കളെ. അങ്ങനെ വരുമ്പം എന്താണ് 1/10 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/Kc. കണ്ടോ? അപ്പോൾ കെ സി ഡാഷ് ഈക്വൽ ടു 1/Kc എന്ന് വന്നപ്പോഴാണ് ഈ റിയാക്ഷൻ തിരിച്ചപ്പം കെ സിയും തിരിയും. ശരി, ഇനി ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങനെയാണ് 2A ഗീവ്സ് 2B എന്ന് വരും. അപ്പോൾ നമ്മൾ കെ സി ഡബിൾ ഡാഷ് എഴുതുവാണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ
by concentration of A square equal to concentration of B by concentration of A the whole square. എന്താണ് concentration of B by A? 10. So 10 square which is equal to 100 എന്ന് വരും. Equal to this is മക്കളെ പഴയ KCയുടെ സ്ക്വയർ ആണ് അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു 3 ഇക്വേഷൻ വഴി കിട്ടിയ ഐഡിയ പറഞ്ഞ് എങ്ങനെയായിരുന്നു? റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ല KC ഡാഷ് ഈക്വൽ ടു 1 ബൈ KC ഇനി ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ KC ഡബിൾ ഡാഷ് ഈക്വൽ ടു KC റേസ് ടു 2. അപ്പോൾ ഇൻറ്റു 3 ചെയ്താൽ KC റേസ് ടു 3 അങ്ങനെ വരും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. A gives B ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് KC എന്ന് പറയുന്നത് 10 ആണ്. KC1 എന്ന് എഴുതാം. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ B പ്ലസ് C ഗിവ്സ് D ഇതിൻ്റെ KC2 എന്ന് പറയുന്നത് ഒരു 5 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴോ A പ്ലസ് C ഗിവ്സ് D B ആൻഡ് B വിൽ ബി ക്യാൻസൽ. അപ്പോൾ ഉള്ള പുതിയ KC3 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? KC1 ഇൻറ്റു KC2 ആണ്. ആൻസർ 10 ഇൻറ്റു 5 50 വരും. ഇനി അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇവിടുത്തെ KC1ൻ്റെ എക്സ്പ്രഷൻ എന്നാന്ന് പറഞ്ഞേ KC1 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ആണ്. ഇതെന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് D ബൈ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C ആ. അപ്പോൾ KC3 എന്നാന്ന് പറഞ്ഞേ കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C ആ. ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ എന്ന് പറ അല്ലേ? KC1 ഇൻറ്റു KC2 ചെയ്താൽ പോലെ നോക്കിയേ അല്ലേ? B ക്യാൻസലായിട്ട് ഇത് തന്നെ കിട്ടും. അതാണ് ആഡ് ചെയ്താൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് റെസിപ്രോക്കൽ ആവും. ഇനി അതിലേക്ക് ഇൻറ്റു N ചെയ്താൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് പഴയത് റേസ് ടു N വരും. ഇനി 3 ഇക്വേഷൻ നിങ്ങൾ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എല്ലാം കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പം 3 ഇക്വേഷനെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പുതിയ ഇക്വേഷൻ കിട്ടുന്നതെങ്കിൽ ആ 3 ഇക്വേഷൻ്റെ കേസ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്തു നോക്കാം എന്താണെന്ന് നോക്കിക്കോണേ. ഇവർ എന്താ ചെയ്തതെന്ന് അതുപോലെ ആലോചിക്കുക. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ ഞാൻ K എന്ന് കൊടുക്കുകയാണ് ഓർ KC എന്ന് കൊടുക്കുകയാണ് ഈക്വൽ ടു. ശ്രദ്ധിച്ച് നോക്കണം, ഇവിടെ 2 അമോണിയ ഗ്യാസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേണം. പക്ഷേ ഇവിടെ അമോണിയ ഗ്യാസ് 2 റൈറ്റിലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? KC ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, ഇനി പറയണം ഫസ്റ്റ് ഇക്വേഷൻ ഇൻവേഴ്സ് ചെയ്തെടുത്തു, റെഡിയായേ. 5/2 O2 എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒന്നിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓക്സിജനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഇക്വേഷനിലുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇനി പറഞ്ഞേ 2NO. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാ നെവർ മൈൻഡ് അടിച്ചതെന്ന് മനസ്സിലായോ? എന്തിനാ ഇയാളെ നമ്മൾ നെവർ മൈൻഡ്? കാരണം എന്നാ? ബിക്കോസ് ഓക്സിജൻ ഈസ് പ്രസൻറ്റ് ഇൻ മോർ ദാൻ 1 ഇക്വേഷൻ. ഒരു ഇക്വേഷനിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം മൈൻഡ് ചെയ്യണ്ട. ശരി, ഇനി രണ്ടാമത്തെ ആൾ ഇയാളുണ്ടോ? 2NO ഉണ്ട്. 2NO അത് അവിടെ തന്നെ കിടക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ഇനി 3 H2O ഗ്യാസ് വേണം, പക്ഷേ അതില്ല. 3 H2O ഗ്യാസ് റൈറ്റ് സൈഡിലില്ല. ആകെയുള്ളത് 1 H2O ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 3നെ ഇൻറ്റു 3 ചെയ്യണം. ഇത്രയും ചെയ്താൽ പോരെ? ശരി, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് ഫസ്റ്റ് ഇക്വേഷന് ഇൻവേഴ്സ് എടുത്തു, സെക്കൻഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ വെച്ചു, തേർഡ് ഇക്വേഷന് ഇൻറ്റു 3 ചെയ്തപ്പോൾ നിങ്ങളുടെ എയിം ഫുള്ളായി. ഇത്രയും ആയി കഴിഞ്ഞാൽ പറയണം KC വാല്യൂ കിട്ടാൻ വേണ്ടി ഈ 3 തവണ ചെയ്ത വാല്യൂ തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി. കാരണം ഈ 3 ഇക്വേഷൻ്റെ അഡീഷനാണിത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഇൻവേഴ്സ് പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു 3 അല്ലേ? 3 ഇൻറ്റു 3യുടെ സമ്മാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ് ആദ്യത്തെ ഇക്വേഷനെ 1 ഇക്വേഷൻ നമ്മൾ തിരിച്ചു. അപ്പോൾ 1/4 ഇൻറ്റു 10⁻³ മൾട്ടിപ്ലൈഡ് ബൈ 2 1.6 ഇൻറ്റു 10⁻12 ഇൻറ്റു 1. ഇത് എന്ത് വരും? 1.0 ഇൻറ്റു 10⁻³ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു പറഞ്ഞേ എങ്ങനെ വരും? 1.6 ഇൻറ്റു 10⁻12 ഇൻറ്റു 10⁻39 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻³ വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്രയാ? 0.4 ഇൻറ്റു 9 10⁻, ഇത് 10⁻³ അല്ലേ?
10⁻³ 10⁻−13 വരുമ്പോൾ 39 വരും. പിന്നെ 12 വന്നു, -13 അല്ലേ? ഓക്കെ, അപ്പോൾ 12. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് എത്ര വരും? 3 ആണല്ലോ. അപ്പം 3 കട്ട് ചെയ്യുമ്പോൾ 9 വരും. 9ഉം -30 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 × 10⁻−31. പവറിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്, നോക്കാവേ. പവറിൽ നമ്മൾ 10⁻−33 എന്നല്ല അവർ പറഞ്ഞേ. അപ്പം പവറിൽ എന്തെങ്കിലും വ്യത്യാസം വന്ന് നോക്കിയാൽ 1/4 × 10⁻³ × 1.6 × 10⁻12. അതങ്ങനെ തന്നെ വെച്ചു, അതിന് നമ്മൾ ഒന്നും മാറ്റവും വരുത്തിയില്ല. പിന്നെ ഇതിനെ നമ്മൾ × 3 ചെയ്തു, മറ്റേതിനെ റിവേഴ്സ് ചെയ്തു. 1/4 × 10⁻³ മാറ്റം വന്നില്ലല്ലോ, അല്ല 400. സർ, ക്യാൻ വി ഡു ദിസ് ഇക്വേഷൻ ബൈ ഫൈൻഡിങ് ΔG? അങ്ങനെ ചെയ്യാം. ഞാൻ നോക്കട്ടെ കേട്ടോ, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നേ. 400 ആൻസർ കിട്ടുന്നല്ലേ? ഒരു പ്രശ്നമുള്ളതേ, ഇത് 10⁻5 എന്നാണ് കിടന്നിരുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഇത് 5 ആ ഒരു ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ 10⁻3 ആയിപ്പോയതാണ്, കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഇത് ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ആക്കി എഴുതാം. 400 × 10⁻−33 എന്നാക്കാം. സോ ആൻസർ ഈസ് 400. നിങ്ങളിവിടെ ആൻസർ 400 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? നോക്കി, മനസ്സിലായോ? നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയോ അല്ലേ? കോൺസെപ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പലത് തരുമ്പം, ഇക്വേഷൻ ആഡ് ചെയ്യുമ്പം, ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പം, ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അല്ലേ, അതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് ഒന്ന് നോക്കിയോണേ. അത് ചെയ്യാം, പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രി ചെയ്യുന്ന പോലെ ചെയ്യാം. പക്ഷേ നമുക്കങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. എല്ലാത്തിൻ്റെയും ΔG കണ്ടുപിടിച്ച് കൂട്ടി നോക്കി ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഏറ്റവും എളുപ്പം. ഞാനിതിപ്പോൾ പറയുമ്പോൾ ഇത്രയും നിങ്ങൾ സമ്മറി പറയണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ സമ്മറി ആയിട്ടങ്ങ് പറഞ്ഞു വിട്ടുന്നുള്ളൂ. ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനും അതാ മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. 2023 ക്വസ്റ്റ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഭാഗത്തെ സമ്മറിയൊക്കെ ഏകദേശം കത്തി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയോ. കൺസിഡർ ദി ഫോളോയിങ് ഇക്വേഷൻ. 2SO2 + O2 gives 2SO3. ΔH -190 kJ/mol ആണ് കേട്ടോ. kJ/mol എന്നാണ് ഇക്വേഷനിൽ. ഇനി അവർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് which will increase the yield of SO3 at equilibrium from the following is. ഈ പറയുന്ന 5 കണ്ടീഷനിൽ ഏതൊക്കെ ഫാക്ടർ കൊടുക്കുമ്പോഴാണ് SO3യുടെ yield കൂടുന്നത് എന്നാണ് ചോദ്യം. H3PO4 is monobasic or dibasic? H3PO4 എന്ന് പറഞ്ഞാൽ ട്രൈബേസിക്കാണ്. പക്ഷേ അതിൽ ഒരു H+ ആയിരിക്കും പുറത്തേക്ക് വരുന്നത് ഫാസ്റ്റായിട്ട്. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം. പക്ഷേ H3PO4ൻ്റെ pH ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് അയണൈസേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ. ഇത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്കറിയാം, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്താൽ സിസ്റ്റം നിങ്ങൾ ചെയ്ത ചേഞ്ച് കൊണ്ടുണ്ടായ ഇഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യും. ആ പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. അതായത് നിങ്ങളുടെ ഈ റിയാക്ഷൻ ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അയാളുടെ ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. ആ ഇക്വിലിബ്രിയം റീഗെയിൻ ചെയ്യാൻ വേണ്ടി അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് മാറും. പക്ഷേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറില്ല, പക്ഷേ കിട്ടുന്നത് വേറൊരു ഇക്വിലിബ്രിയം ആയിരിക്കും. സോ ഇക്വിലിബ്രിയം സ്റ്റേജ് റീഗെയിൻ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആദ്യം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഏതാ? 2SO2 റിയാക്ട്സ് വിത്ത് O2. നമ്മളിവിടെ ഫിസിക്കൽ സ്റ്റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും ഗ്യാസ് ആണ്. ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2SO3 ഗ്യാസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോരോ ടെക്നിക്കായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവേ. ഫസ്റ്റ് അവർ പറഞ്ഞ ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂടിയാൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കിട്ടുമെന്നാണ് ചോദ്യം. അതിന് ആദ്യം ഈ റിയാക്ഷൻ ഏതാ? ΔHൻ്റെ സൈൻ എന്ന് പറയുന്ന നെഗറ്റീവ് ആയതുകൊണ്ട് ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ചെക്ക് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് പറയാൻ പോവാണ്. ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞേ ലോഗ്
equilibrium constant in the second case by equilibrium constant in the first case is equal to delta H divided by 2.303 R into T2 minus T1 divided by T1 T2, and this equation is known as Van Hoff's equation. So Van Hoff equation വഴിയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും വേരിയേഷൻ പഠിക്കുന്നത്. സോ വാൻ ഹോഫ് ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ നോക്കുവാണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണല്ലോ. എക്സോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ എന്തായാലും നെഗറ്റീവാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എക്സോതെർമിക്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ log K2 by K1, suppose we are increasing the temperature if T2 greater than T1, അതായത് we are increasing the temperature. അങ്ങനെയാണെങ്കിൽ നോക്കിയോണേ, ഈ ടേം എന്തായിപ്പോയി അല്ലേ, പോസിറ്റീവാണ്. ഈ ടേം എന്താണ്, നെഗറ്റീവാണ്. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ എന്താ, ഈ ടേം മൊത്തം എന്തായിപ്പോയി, നെഗറ്റീവായിപ്പോയി. അങ്ങനെ വരുമ്പം log K2 divided by K1 എന്താണ്, less than 0. That is K2 by K1 എന്താണ്, less than 1. So K2 is less than K1 വന്നില്ലേ എന്ന് വെച്ചാൽ പറഞ്ഞേ എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിക്രീസസ്. കണ്ടോ, ഇത് എക്സോതെർമിക് റിയാക്ഷൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കുറയത്തേ ഉള്ളൂ. അത് മറക്കരുത്. ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് നമ്മളുടെ വാൻ ഹോഫ്സ് ഇക്വേഷനാണ്. ഇതേപോലെ നിങ്ങൾക്ക് എൻഡോതെർമിക് ചെയ്യാം. എൻഡോതെർമിക് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്. സോ ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഗ്രേറ്റർ ദാൻ 0. സോ K2 ബൈ K1 ഗ്രേറ്റർ ദാൻ 1. സോ K2 ഗ്രേറ്റർ ദാൻ K1. സോ ഫോർ എൻഡോതെർമിക് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓൾസോ ഇൻക്രീസസ് ആണ്. ഇതാണ് എൻഡോയുടെ കണ്ടീഷൻ. ഈ രണ്ടും നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് വാൻ ഹോഫ്സ് ഇക്വേഷനാണ്. ഇനി പറഞ്ഞു, എക്സോതെർമിക്കിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കുറയും, എൻഡോതെർമിക്കിന് കൂട്ടിയാൽ കൂടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്കി പറയണം, ഈ റിയാക്ഷൻ ഒരു എക്സോതെർമിക്കാണ്. അപ്പോൾ ഇവർ പറയുന്നു ടെമ്പറേച്ചർ കൂട്ടാൻ. ടെമ്പറേച്ചർ കൂടിയാൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ SO3യുടെ പ്രൊഡക്റ്റ് ഫോർമേഷൻ കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കണ്ടീഷൻ അല്ല. അപ്പോൾ ഈ ഒരു ഇൻക്രീസിങ് ടെമ്പറേച്ചർ SO3 നല്ല രീതിയിൽ കിട്ടാൻ നല്ലതല്ല. സോ ദിസ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം വാൻ ഹോഫ്സ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് പറഞ്ഞേ if the process is exothermic, as temperature increases, the equilibrium constant decreases. If it is endothermic, as temperature increases, equilibrium constant also increases. So that is the effect of temperature. ശരി, ഇനി നമ്മൾ അപ്പോൾ ഒന്നാമത്തെ തെറ്റിപ്പോയി കേട്ടോ. രണ്ട് ഇൻക്രീസിങ് പ്രഷറാണ്, പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പോവാം. ആലോചിച്ച് പറയണം. നിങ്ങൾ പ്രഷർ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റുഡിയോ, ഇതാണ് നമ്മളുടെ റിയാക്ഷൻ ചേമ്പർ. ഇതിൽ SO2 ഉണ്ട്, SO3 ഉണ്ട്, O2 ഉണ്ട്. നമ്മളിതൊരു 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു വെസലാണ്. എന്നിട്ട് ഇവിടെ ഈ ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുക. ഞാൻ ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുവാണ്. ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മീനിങ് എന്താ, വോളിയം നിങ്ങളുടെ എന്താ പറയുക, ചേമ്പറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺസ്റ്റൻ്റ് ആണല്ലോ, വോളിയം മാറുന്നില്ല. നിങ്ങൾ പ്രഷർ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഗ്യാസിൻ്റെ വോളിയം കുറയും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു പിസ്റ്റൺ വെച്ച് ഇങ്ങനെ അകത്തോട്ട് തള്ളുക, അല്ലെങ്കിൽ ഈ ഒരു വോൾ എന്ന് പറയുന്നത് മൂവബിൾ പിസ്റ്റണാണ്. ഇതിനകത്താണ്, ഇത് 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ചേമ്പറിലാണ് ഇവരിയ്ക്കുന്നത്. ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ഈ റൂമിൻ്റെ ഭിത്തി പിടിച്ച് അകത്തോട്ട് തള്ളി കയറ്റി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വോളിയം ഭയങ്കരമായിട്ട് കുറയും. വോളിയം കുറയുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് എല്ലാം കൂടെ എന്ത് ചെയ്യും, കൂടും. അത് ആ ഒരു അവൈലബിൾ വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് കൂടുക ചെയ്യുക. ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിന് ഇഷ്ടപ്പെടത്തില്ല, കാരണം ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നല്ല ചോദിക്കുകയും, പ്രഷർ കൂട്ടിയാൽ അല്ലേ വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി സിസ്റ്റം എന്ത് ചെയ്യും, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സ്ഥലത്തോട്ട് മൂവ് ചെയ്യും. ഒന്നുകൂടെ പറയാം, നിങ്ങൾ പ്രഷർ കൂട്ടിയാൽ ഉറപ്പാണ് വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ സിസ്റ്റത്തിന് അത് ഇഷ്ടപ്പെടില്ല. എങ്ങനെയെങ്കിലും നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കാൻ വേണ്ടി എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞേ, പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്, therefore number of moles increases. That is equilibrium shift towards, അല്ലേ, shift to a side in which
ലെസ്സർ നമ്പർ ഓഫ് മോൾസ്, ലെസ്സർ n എന്ന് പറഞ്ഞു പ്രഷർ കൂട്ടിയാൽ 3 മോളും അത് 2 മോളുമാണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലേക്ക് പോകാൻ പറഞ്ഞാൽ എന്താ, ഫോർവേഡ് ഡിറക്ഷനിലേക്ക് പോവുക. അപ്പോൾ എന്ത് കിട്ടി, ഇഷ്ടം പോലെ SO3 കിട്ടി. അപ്പോൾ നമ്മളുടെ B എന്ന് പറയുന്ന കണ്ടീഷൻ മക്കളെ ഓക്കെയാണ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും എഫക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. പ്രഷർ നല്ല രസമല്ലേ പ്രഷർ ചെയ്യാൻ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കുറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ അവൈലബിൾ വോളിയം ഇൻക്രീസസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിയാൽ അതെങ്ങനെയും കുറയ്ക്കാൻ വേണ്ടി അത് കുറയുന്ന ഡയറക്ഷനിലേക്ക് പോകണം. ആൻഡ് ദാറ്റ്സ് വൈ SO3 കാര്യമായിട്ട് കിട്ടും. അടുത്തത് മൂന്നാമത്തെ കണ്ടീഷനാണ് ഓൺ ആഡിങ് മോർ SO2. നമ്മൾ SO2 ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ SO2 എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ SO2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ സിസ്റ്റത്തിന് അത് ഇഷ്ടമല്ല. എങ്ങനെയും കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഫോർവേഡ് ഷിഫ്റ്റ് നടത്തി കുറയ്ക്കും. അപ്പം നമുക്ക് നല്ലതല്ലേ, നല്ല SO3 കിട്ടും. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ആഡിങ് മോർ O2, യെസ്, O2ൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സിസ്റ്റത്തിന് അത് ഇഷ്ടപ്പെടുകയല്ല, കുറയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് തട്ടും. സോ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. പക്ഷേ ഒരിക്കലും പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാനുള്ള കഴിവൊന്നും കാറ്റലിസ്റ്റിനില്ല. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് എവിടെ എത്തിച്ചേരും, ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. അല്ലാതെ ഒരിക്കലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറ്റാനോ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടിത്തരാനോ ആർക്ക് പറ്റില്ല, കാറ്റലിസ്റ്റിന് പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ SO3 നല്ല രീതിയിൽ ഫോം ചെയ്യാൻ വേണ്ടി ഈ 3 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. സോ ആൻസർ 3 ആണ്. 3 ഫാക്ടറുകളാണ് SO3 നല്ല രീതിയിൽ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്തത്. മനസ്സിലായോ, അല്ലേ? ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഞാൻ 3 എഫക്റ്റും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ഇൻക്രീസിങ് പ്രഷർ, പിന്നെ അതുപോലെ അഡീഷൻ ഓഫ് റിയാക്ടൻ്റ്, അഡീഷൻ ഓഫ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മെത്തേഡ് പ്രപ്പോസ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാവുന്ന SO3 അപ്പം മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് എടുത്ത് മാറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീനിങ് എന്താ, ഇത് അങ്ങോട്ട് തട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാം. ടെമ്പറേച്ചറും പ്രഷറും നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കണം, അത് മറക്കാൻ പാടില്ല. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ, അല്ലേ? ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്തിലേക്ക് പോയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇപ്പോൾ ലേ ഷാറ്റ്ലിയർ പറഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ വാട്ടർ ഡിക്കമ്പോസസ് അറ്റ് 2300 Kelvin. H2O gas gives H2 gas plus half O2 gas. The percentage of water decomposing at 2300 Kelvin and 1 bar is dash. Nearest integer. Equilibrium constant for the reaction is 2 into 10 raised to minus 3 at 2300 Kelvin. 29th January 2023 ഷിഫ്റ്റ് 1. ഓക്കെ, നിങ്ങൾ തന്നിരിക്കുന്ന റിയാക്ഷൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. ഈ റിയാക്ഷനിൽ അവർ പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഗ്യാസ് ആണെന്ന്. സോ ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ ഗ്യാസ് എടുത്തു. H2O ഗ്യാസ് ഗീവ്സ് H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ്. ഞാനിത് രണ്ടും ഇക്വേഷൻ ഇങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എഴുതി. എന്നിട്ട് അവർ പറയുന്നത് വാട്ടർ ഡിക്കമ്പോസ് ചെയ്തു എന്നാ. Percentage of water decomposing means മക്കളെ alpha, that is called the degree of dissociation അല്ലെങ്കിൽ percentage dissociation. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 5 മോൾ വാട്ടർ തന്നു, അതിൽ 3 മോളാണ് ഡിക്കമ്പോസ് ചെയ്തത് എങ്കിൽ 3 ഔട്ട് ഓഫ് 5 ആണ് ആൽഫ. സോ ആൽഫ ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് by total number of moles taken. So number of moles dissociated 3, total number of moles taken 5 ആണെങ്കിൽ 3/5 അതാണ് ആൽഫ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു 50 രൂപയുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 100 രൂപയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. നിങ്ങൾ സ്പെൻഡ് ചെയ്തത് 10%. അപ്പം നിങ്ങളുടെ കയ്യിൽ മിച്ചമുള്ളത് ഏതാ? 100 മൈനസ് 100ൻ്റെ 10% കുറച്ചിട്ടുള്ളതേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ദാറ്റ് മീൻസ് സപ്പോസ് ദി കോൺസെൻട്രേഷൻ ഈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് 5. അതിൽ നിന്ന് എത്രയോ പെർസെൻറ്റേജ് പോയി, ആരുടെ? 5ൻ്റെ. അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് 5, പോയത് 5ൻ്റെ ആൽഫ, മിച്ചമുള്ളതോ 5 മൈനസ് 5 ആൽഫ. ആ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുവാണ് നമ്പർ ഓഫ് ഇത് പ്രഷർ ഗ്യാസ് അല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മിക്കവാറും KP ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യൽ പ്രഷർ എടുക്കുവാണ്. ഇനീഷ്യൽ പ്രഷർ നമുക്ക് നേരിട്ട് പ്രഷർ അങ്ങ് എടുത്തേക്കാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇനീഷ്യൽ പ്രഷർ ഇത് P എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും 0. ഇനി അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പറഞ്ഞേ
P minus P alpha. കാരണം P ഉണ്ട്, അതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് പോയി. അപ്പോൾ ഇവിടെയോ P alpha, ഇവിടെയോ P alpha by 2. അതെങ്ങനെയാണ് വന്നതെന്ന് പറ. 1 മോൾ വാട്ടറിൽ നിന്ന് 1 മോൾ ഹൈഡ്രജനും 1/2 മോൾ ഓക്സിജനും ഉണ്ടാവും. 1 മോൾ വാട്ടർ 1 മോൾ ഹൈഡ്രജനെ തന്നാൽ P alpha മോള് P alpha തരും. ഇനി 1 മോൾ വാട്ടർ 1/2 മോൾ ഓക്സിജൻ തന്നാൽ P alpha മോള് P alphയുടെ പകുതി തരും. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇക്വിലിബ്രിയത്തിലെ പ്രഷറാണ്. ഇനി ഇക്വിലിബ്രിയത്തിലെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്കിയും. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് H2O പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് H2, പാർഷ്യൽ പ്രഷർ ഓഫ് H2 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് O2 എന്ന് എടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു P മൈനസ് P ആൽഫ പ്ലസ് P ആൽഫ പ്ലസ് P ആൽഫ ഡിവൈഡഡ് ബൈ 2 വരും. ഇത് രണ്ടും കട്ടായിപ്പോയി. സോ വിച്ച് ഈസ് ഈക്വൽ ടു P പ്ലസ് P ആൽഫ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 എന്ന് അവർ തന്നിട്ടുണ്ട്. ഗിവൺ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രഷർ അവർ തന്നിട്ടുണ്ട്. ഗിവൺ ദിസ് ഇസ് ദി ടോട്ടൽ പ്രഷർ. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ കെ പിയുടെ ഇക്വേഷൻ കൊടുക്കുവാണ്. കെ പി ഇസ് ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രോജൻ ഗ്യാസ് ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് O2 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് H2O ഗ്യാസ് എന്ന് വരും. ശരി, ഇനി കെ പിയുടെ വാല്യൂ 2 × 10⁻³ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം P ആൽഫ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ P ആൽഫ ബൈ 2 ദ ഹോൾ റേസ് ടു 1/2 then divided by partial pressure of water P minus P alpha the whole raised to ഓക്കെ P minus P alpha എന്ന് വരും. ഇനി നമ്മൾ ഇതിനകത്ത് ഈക്വൽ ടു നോക്കാവേ. ഈക്വൽ ടു 2 × 10⁻³ ഈക്വൽ ടു P ഇൻറ്റു ദറ്റ് മീൻസ് P ഇൻറ്റു P റേസ് ടു 1/2 എടുക്കുക അല്ലേ. P ഇൻറ്റു P റേസ് ടു 1/2 divided by 2 raised to 1/2 into alpha raised to 3/2 divided by P into 1 minus alpha എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പിയുടെ വാല്യൂ കൊടുക്കുക. പിയുടെ വാല്യൂ 1 അല്ലേ? പിയുടെ വാല്യൂ 1 എന്ന് അവർ തന്നിട്ടുണ്ട്. ഏതാ? ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം. ഇത് ടോട്ടൽ പ്രഷറാണ് കേട്ടോ. ഈ പി എന്ന് പറയുന്ന ടോട്ടൽ പ്രഷറാണ് അല്ലേ. അപ്പോൾ P മൈനസ് P ആൽഫ തന്നിട്ടുണ്ട്. 1 കിട്ടി. അത് നമ്മൾ കൊടുക്കുവാണ്. ഇത് ഇനീഷ്യൽ പ്രഷർ അല്ലേ. അപ്പോൾ 1 atm എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഡിക്കമ്പോസിങ് അറ്റ് 1 bar. ഓക്കെ, അപ്പോൾ 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്തപ്പം ആൽഫ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഏതാ 2 റേസ് ടു 1/2 വരും. ഓക്കെ, നമുക്ക് P എന്ന് പറയുന്നത് 1 bar ആണെന്നും പിന്നെ 1 മൈനസ് ആൽഫ ഇസ് അപ്രോക്സിമേറ്റ്ലി 1 എന്ന് കൊടുക്കാമല്ലോ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ആൽഫ റേസ് ടു 3/2 എന്ന് വെച്ചാൽ അപ്പോൾ എത്രയായിരിക്കും? 2 into 2 raised to 1/2 into 10⁻³ so alpha raised to 3/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 raised to 3/2 into 10⁻³ അപ്പോൾ ആൽഫ എത്ര വരും? 2 raised to 3/2 the whole raised to 2/3 into 10⁻³ the whole raised to 2/3 എന്ന് വരും. which is equal to ഇതെത്രയാ? 2. ഇതെത്രയാ? 10⁻². സോ ആൽഫ കിട്ടി. സോ പെർസെൻറ്റേജ് ആൽഫ എത്രയാ മക്കളെ? 2%. 2% എന്ന് കിട്ടും. കണ്ടോ, ഇതും ഭയങ്കര ഡയറക്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് കിട്ടുന്ന രീതി നോക്കിയോണേ. അവർ ഇനീഷ്യൽ പ്രഷർ P എന്ന് പറഞ്ഞെടുത്തു. ടോട്ടൽ പ്രഷർ 1 bar ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വലിയ ആവശ്യമില്ല. എന്നിട്ട് നമ്മളത് കൊണ്ടുവന്ന് നേരെ പ്രഷറിലേക്ക് കൊടുത്താൽ മതി. ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ ഇത് മീനിങ് എന്താ? പാർഷ്യൽ പ്രഷർ 1 barലാണ് ഇതെല്ലാം മെഷർ ചെയ്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഡിക്കമ്പോസിങ് അറ്റ് 2300 Kelvin ആൻഡ് 1 bar പ്രഷർ. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൽഫയുടെ വാല്യൂ 2%. അപ്പോൾ ഈ ആൽഫ എടുക്കുന്ന എപ്പോഴാണ്? ഡിസോസിയേഷൻ വരുമ്പോഴാണ്. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ഈ ഇക്വേഷന് A + B gives C. അതിൽ 1 mole 1 mole 0. ഇവിടെ ഞാൻ 1 - x 1 - x എങ്ങനെ എഴുതും? അപ്പോൾ നിങ്ങൾ എന്താ സാറേ ആൽഫ എടുക്കാത്തതെന്ന് ചോദിക്കും. അപ്പം ആൽഫയുടെ പേര് ഓർത്താൽ മതി. ആൽഫ ഇസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് ദിസ് ഇസ് നോട്ട് ഡിസോസിയേഷൻ. ഇത് രണ്ടുപേരുടെ കോമ്പിനേഷൻ വഴി കിട്ടിയതാണ്. തിരിച്ചാണ് ഡിസോസിയേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിയുമ്പം ഡിസോസിയേഷൻ എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. അവർ എന്തെങ്കിലും ക്ലൂ തന്നിട്ടാണ് ചോദിക്കുക. ചുമ്മാ ചാടിക്കയറി എക്സ് എടുക്കേണ്ടടുത്ത് ആൽഫയും ആൽഫ എടുക്കേണ്ടടുത്ത് എക്സും എടുക്കാൻ പാടില്ല. നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2023 ക്വസ്റ്റ്യൻ ആണ്. സെറ്റാണോ? എളുപ്പമല്ലേ? ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയോണേ, X gas gives Y gas plus Z gas Kp1 equal to 3. A gas gives 2B gas Kp2 equal to 1. If the degree of dissociation ആരുടെ Xൻ്റെയും Aയുടെയും and the initial concentration of both reactants A and X are same എന്ന് പറഞ്ഞിട്ടുണ്ട്. Same are equal അല്ലേ, are equal, then the ratio of the total pressure at equilibrium P1 by P2 is equal to X is to 1. The value of X എന്നാണ് ചോദ്യം. നമുക്ക് സിമ്പിൾ ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ മോൾ കോൺസെപ്റ്റ് കൊടുക്കുവാണ്. എക്സ് ഗ്യാസ് ഗീവ്സ് വൈ ഗ്യാസ് പ്ലസ് സി ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ Kp1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് Kp1 നോക്കാം. അതിനാദ്യം ഇത് 1 മോൾ എടുത്തു കഴിഞ്ഞാൽ ഓർ n മോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. n മോൾ ആണെങ്കിൽ 1 മോൾ എടുക്കുന്നതായിരിക്കും സൗകര്യം അല്ലേ. അപ്പോൾ ഇത് 1 മോൾ ആണെങ്കിൽ ഇതെന്ത് വരും? 0 0. ഇക്വിലിബ്രിയത്തിൽ 1 - 1ൻ്റെ ആൽഫ, അപ്പോൾ ഇവിടെ ആൽഫ ഇവിടെ ആൽഫ വരും. ശരി, ഇനി നമ്മൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പറയുന്നത് 1 - ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ എന്ന് വരും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പ്രഷർ അല്ലേ. നമുക്ക് Kp1ൻ്റെ ഇക്വേഷൻ എഴുതാം. Kp1 ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് Y ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് Z ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് X വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് X എന്താ? ടോട്ടൽ പ്രഷർ ദാറ്റ് ഈസ് P1 ഇൻറ്റു P1 എന്നല്ല കൊടുത്തേക്കുന്നവർ P1 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് Y ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് Y എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് Y ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതുപോലെ തന്നെ ഇസഡും ഏതാ? P1 ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഓക്കെ ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു ഇതേതാ? 1 - ആൽഫ ബൈ 1 പ്ലസ് ആൽഫ. ഇതാണ് ഇക്വേഷൻ. ശരി, ഇനി നമ്മളിതൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലെ P1 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കി. Kp1 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? 3 ഇസ് ഈക്വൽ ടു ഇവിടെ ആൽഫ സ്ക്വയർ P1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ആൽഫ കൊടുത്ത് സോൾവ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ റെപ്പറ്റീഷനാണ് ആൽഫ കൊടുത്ത് സോൾവ് ചെയ്തു. സാർ 1 ആൽഫ എന്ന് പറയുമ്പം എന്താ മനസ്സിലായില്ലല്ലോ. ആൽഫ 1 എന്ന് കൊടുക്കണമെന്നാണ്. വേണ്ട, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സെയിം അല്ലേ. അപ്പോൾ ആൽഫ 1 എന്ന് കൊടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ A ഗീവ്സ് 2B ഇതാണ് ഇക്വേഷൻ. അപ്പോൾ Kp2 ഇസ് ഈക്വൽ ടു 1 എന്നാണ് തന്നേക്കുന്നത്. സെയിം നിങ്ങൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 തന്നെ എടുത്തു. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് എക്സും എയും ഒരേ കോൺസെൻട്രേഷനാണ്. 0 ഇത് 1 - 1ൻ്റെ ആൽഫ, ഇതോ 2 ആൽഫ ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? 1 - ആൽഫ പ്ലസ് 2 ആൽഫ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ എന്ന് വരും. ദെൻ Kp2 ഇസ് ഈക്വൽ ടു വാല്യൂ എത്രയാണ്? Kp2 ഇസ് ഈക്വൽ ടു 1 അല്ലേ. 1 വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് B ദ ഹോൾ സ്ക്വയർ പാർഷ്യൽ പ്രഷർ ഓഫ് B സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A ഈക്വൽ ടു total pressure P2 into number of moles 2 alpha divided by 1 plus alpha the whole square divided by PA 1 minus alpha P2 into അല്ലേ. P2 ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. P2 into 1 minus alpha by 1 plus alpha. ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 is equal to P2 ഒരു P2 കട്ടായിപ്പോയി. സോ P2 into 4 alpha square divided by 1 minus alpha square equation number 2. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്ക് റേഷ്യോ ആണ് വേണ്ടത് P1 by P2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? Kp1 by Kp2 എന്നെടുക്കുക. ദാറ്റ് ഈസ് 3 divided by 1 is equal to alpha square P1 by 1 minus alpha square into അല്ലേ 1 minus alpha square divided by 4P2 into alpha square. മക്കളെ ആൽഫ സെയിം ആണെന്ന് അവർ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആൽഫ സ്ക്വയർ ഇതും ക്യാൻസലായി. ബാക്കി പറഞ്ഞ് P1 ഡിവൈഡഡ് ബൈ P2 ഇസ് ഈക്വൽ ടു 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 12 by 1 ദറ്റ് ഈസ് P1 അല്ലേ ഈസ് ടു P2 എന്ന് പറയുന്നത് 12:1 ഈക്വൽ ടു അവർ പറയുന്നു x:1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മക്കളെ 12 എന്ന് കിട്ടി. കണ്ടോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ഇങ്ങനെ എത്രയും എളുപ്പമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ കേൾക്കുമ്പോഴേ ആകെ ഒരു
കലിപ്പാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഭയങ്കര എളുപ്പമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. എത്ര മോളാണോ തന്നത് അതിൽ നിന്ന് എത്ര മോളാണോ ഡിസോസിയേറ്റ് ചെയ്തത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ആൻസർ ഈസ് 12. അല്ല, നിയറസ്റ്റ് ഇൻറ്റീജറിൻ്റെ ഒരു ആവശ്യമില്ല, പക്ക ഇൻറ്റീജർ നമുക്ക് കിട്ടും. അപ്പോൾ ആൽഫ രണ്ടുപേരുടെ സെയിം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എനിക്കിനി ഒന്നും പറയാനില്ല, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. പിന്നെ നിങ്ങൾക്കറിയാം KCയുടെ വാല്യൂ ഭയങ്കര കൂടുതലാണെങ്കിൽ ഫോർവേഡ് എന്ന് പറഞ്ഞു. അതുപോലെ KCയുടെ വാല്യൂ 10⁻³ വലുതാണെങ്കിൽ നല്ല രീതിയിൽ ഫോർവേഡ് നടന്ന് കൂടുതലും പ്രൊഡക്റ്റ് ആയിരിക്കും. KCയുടെ വാല്യൂ 10⁻³ താഴെയാണെങ്കിൽ റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ് ആൻഡ് മോർ റിയാക്ടൻസ് ആർ പ്രസൻറ്റ്. 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഗിവൺ ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. മോൾ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 2023 11 ഏപ്രിൽ ഷിഫ്റ്റ് 2 ചോദ്യമാണ്. നോക്കിയോണേ, നോക്കാം. 4.5 moles each of hydrogen and iodine is heated in a sealed 10-liter vessel. ആ 10 ഒക്കെ മിസ്സായി പോരുത് കേട്ടോ. some questions ഒരു കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ് T = 0 moles ആണ് എടുക്കേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് കോൺസെൻട്രേഷൻ. വൈ അല്ല, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതായത് നിങ്ങൾക്ക് വോളിയം ഇപ്പം വെസലിൻ്റെ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എടുക്കുക. കാരണം എന്താ, അവർ 4 moles in 10 ലിറ്ററും തന്നു. നിങ്ങൾക്ക് കോൺസെൻട്രേഷനാണ് അവർ തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന നേരെ എടുത്ത് ചെയ്തോ. അപ്പോൾ KCയുടെ ഇക്വേഷൻ നേരെ ചെയ്യാം. നമ്പർ ഓഫ് മോൾസിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ KC വാല്യൂ എഴുതുന്നതിന് മുമ്പ് അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഡിഫറൻസ് ഈ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. നോക്കണേ, ഇതിലിപ്പോൾ അവർ പറയുന്നു 4.5 മോൾ ഹൈഡ്രജനും 4.5 മോൾ അയഡിനും എടുത്ത് ഒരു സീൽഡ് വെസൽ 10 ലിറ്റർ വെസലിലിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഞാൻ ചെയ്യുന്ന ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതും 4.5 ആണ്, ഇതും 4.5 ആണ്, ഇത് 0 ആണ്. ഇനി ഈ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം പറയണം. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ആൽഫ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഡിസോസിയേഷൻ അല്ല, ഇത് ഫോർമേഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 4.5-ൽ നിന്ന് എക്സ് കുറച്ചു, 4.5-ൽ നിന്ന് എക്സ് കുറച്ചു. അതെന്താ, 1 മോൾ ഹൈഡ്രജന് 1 മോൾ അയഡിൻ മതി. അപ്പം ഞാൻ എക്സ് ആണ് ഹൈഡ്രജൻ്റെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അയഡിൻ്റെയും എക്സ് മതി. പക്ഷേ ഇവിടെ 2x മോൾ ഉണ്ടാവും, കാരണം 1 മോൾ ഹൈഡ്രജൻ 1 മോൾ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോൾ HI കിട്ടും. അപ്പോൾ എക്സ് മോൾ ഹൈഡ്രജൻ എക്സ് മോൾ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് 2x മോൾ HI കിട്ടും. മനസ്സിലായോ? ഇനി അവർ പറയുന്നത് ഇക്വിലിബ്രിയത്തിലെത്തിയതിന് ശേഷം 3 മോൾ HI ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? x = 1.5 എന്ന് കിട്ടി. അപ്പോൾ ബാക്ക് കാൽക്കുലേഷൻ ചെയ്തേ, എത്രയുണ്ട്? 4.5 - 1.5 3. 4.5 - 1.5 That means number of moles at equilibrium കിട്ടി. ഏതാ ആദ്യത്തെ PCl5 ഇങ്ങനെ എഴുതാവേ. നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിൽ number of moles of H2 3, number of moles of I2 3, number of moles of HI is also 3 അല്ലേ. number of moles of HI 3 ആണ്. ഇനി പറഞ്ഞേ അറ്റ് ഇക്വിലിബ്രിയം കണ്ടോ, ഇത് നമ്മൾ അറിയാണ്ട് നേരെ കൊണ്ടിട്ടാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ 3 എന്ന് കിട്ടി. KC = concentration of HI 3² divided by concentration of H2 3 × 3 which is equal to 3 അല്ല സോറി വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ ചെയ്യുമ്പം ചിലപ്പം അല്ലേ ഒരു തവണ മുയൽ ചക്ക വീണ് മുയൽ ചത്തുന്ന പോലെ ശരിയാകാമെന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് KC = 1 എന്ന് കിട്ടുമായിരിക്കും. പക്ഷേ ചെയ്യുമ്പം അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. സോ കോൺസെൻട്രേഷൻ ഓഫ് H2 = number of moles of H2 by volume which is equal to 3/10. So concentration of I2 is equal to 3/10. Concentration of HI is also equal to 3/10. ഇനി വേണം KC കണ്ടുപിടിക്കാൻ. KC = concentration of HI the whole square by concentration of H2 into concentration of I2 which is equal to എത്രയാ 3/10 the whole square divided by 3/10 into 3/10 മക്കളെ 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ
ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ആൻസർ 1 എന്ന് കിട്ടും. കണ്ടോ, ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ പ്രോബ്ലത്തിൽ അല്ലേ നമുക്ക് വോളിയം നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും ശരിയായിട്ട് കിട്ടും. പക്ഷേ എല്ലാ തവണയും അങ്ങനെ ശരിയാവുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നേരെ കേസിലോട്ട് കൊണ്ടു കൊടുക്കാം. പക്ഷേ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ അതിനെ കോൺസെൻട്രേഷനിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ കേസിലോട്ട് കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. സോ ദിസ് ഇസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ H2 plus I2 gives 2HI. സെറ്റായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ശരി, നെക്സ്റ്റ്. An analyst wants to convert 1 liter HCl of pH 1 to a solution of HCl of pH 2. The volume of water needed to do this dilution is dash ml, nearest integer. 2023 April 12th ഷിഫ്റ്റ് 1 ചോദ്യമാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ലിറ്റർ HCl ഹാവിങ് 10⁻⁻ മോളാർ ആണ്. കാരണം pH = 1 എന്ന് തന്നു കഴിഞ്ഞാൽ മീനിങ് മോളാരിറ്റി ഇതാ. അപ്പം നിങ്ങൾക്ക് V1 അറിയാം, M1 അറിയാം. ഇതിനെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് എന്തിലേക്ക് മാറ്റണം? pH 2, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 10⁻² മോളാർ. കാരണം pH 2 ആകുമ്പം കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് 10⁻² മോളാറുള്ള എത്ര ലിറ്റർ സൊല്യൂഷനിലേക്കാണ് മാറ്റേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എത്രയോ ലിറ്റർ നമുക്ക് V2 എന്ന് കൊടുക്കാം. V2 നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ ഡൈല്യൂഷൻ ഫോർമുല പറഞ്ഞേ, M1 V1 = M2 V2 ആണ്. M1 10⁻² ആണ്, V1 1 ആണ്. M2 10⁻² ആണ്, V2 അറിയില്ല. സോ V2 = അത് 10⁻1 അല്ലടൂ, ഇത് 10⁻1 ആണ് അല്ലേ? 10⁻1. അപ്പോൾ V2 = എന്ത് വരും? 10 ലിറ്റർ എന്ന് വരും. സോ V2 വിൽ ബി 10 ലിറ്റർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, വോളിയം ഓഫ് വാട്ടർ ആഡഡ് ആണ് അല്ലേ? ആഡഡ് 10 ലിറ്റർ ആണ് മൊത്തം വേണ്ടത്. 10 ലിറ്ററിൽ ഓൾറെഡി 1 ലിറ്റർ ആ സൊല്യൂഷനിലുണ്ട്. സോ 9 ലിറ്റർ വരും. 9 ലിറ്റർ എന്ന് വെച്ചാൽ 9000 ml ആണ്. സോ ആൻസർ വിൽ ബി 9000. കേട്ടോ, മെയിൻസിൻ്റെ ക്വസ്റ്റൻ ആണ് അല്ലേ? അപ്പോൾ 2023 ചോദിച്ചാൽ, പക്ഷേ ചില ആൾക്കാരെ 10 ലിറ്റർ എന്ന് കാണുമ്പോൾ ചാടിക്കേറി 10,000 ml എന്ന് എഴുതും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്ന വോളിയം ഓഫ് H2O ആഡഡ് ആണ്. 10 ലിറ്റർ ആണ് മൊത്തം കിട്ടിയത്. അതിൽ ഓൾറെഡി 1 ലിറ്റർ ഉണ്ട്. നിങ്ങൾ മൊത്തത്തിൽ 10 ലിറ്റർ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കിടക്കുന്ന 1 ലിറ്ററിലേക്ക് നിങ്ങൾ 9 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ 9 ലിറ്റർ വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ എത്രയാണ്? 9000 ml വാട്ടർ ആഡ് ചെയ്ത് അതിന് റിക്വയർഡ് എമൗണ്ടിലേക്ക് ഡൈല്യൂട്ട് ചെയ്യുക. സോ ഇതാണ് ഡൈല്യൂഷൻ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കണേ, ഫോർ എ റിയാക്ഷൻ at equilibrium A gas gives B gas plus half C. ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ? A ഡിസോസിയേറ്റ് ചെയ്ത് ബിയും ഹാഫ് സി ഉണ്ടായി. ദി റിലേഷൻ ബിറ്റ്വീൻ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് K, degree of dissociation alpha and equilibrium pressure P is given as. We need to derive this one. ഏതാ 2022 ജൂൺ 24 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഓപ്ഷൻ ഒന്നും ഇപ്പം നോക്കണ്ട, ബാക്കി നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. പറഞ്ഞു എ ഗ്യാസ് കൺവേർട്ടഡ് ടു ഓർ ഡിസോസിയേറ്റഡ് ടു ബി ഗ്യാസ് ആൻഡ് ഹാഫ് സി ഗ്യാസ്. നമുക്ക് ഇത് ചെയ്യുമ്പം കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് എടുക്കുവാണ്. നമുക്ക് വേണ്ടത് ആൽഫയ്ക്കാണല്ലോ. നമ്പർ ഓഫ് മോൾസ് 1 എടുത്തു. അപ്പം മക്കളെ ഇത് രണ്ടും 0 ആണ്. ഇക്വിലിബ്രിയത്തിൽ 1ൽ നിന്നും 1ൻ്റെ ആൽഫ പോയി. 1 മോളിൽ നിന്ന് 1 മോൾ കിട്ടിയാൽ ആൽഫ മോളിൽ നിന്ന് ആൽഫ മോൾ. 1 മോളിൽ നിന്ന് ഹാഫ് മോൾ ആണെങ്കിൽ ആൽഫ മോളിൽ നിന്ന് α/2 മോൾ. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും? 1 - ആൽഫ പ്ലസ് ആൽഫ പ്ലസ് α/2 ഈക്വൽ ടു 1 പ്ലസ് α/2 എന്ന് നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി വേണ്ടത് ഏതാ? Kp ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് സി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ബി പറ ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ദാറ്റ് ഈസ് α/1 പ്ലസ് α/2 അല്ലേ?
into ഇത് B ആണ് into partial pressure of C alpha by 2 P into alpha by 2 by 1 plus alpha by 2 okay raised to 1 by 2 divided by partial pressure of A, that is total pressure into 1 minus alpha by 1 plus alpha by 2 okay. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ്ലി ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഇവിടെ പി റേസ് ടു പി ഇൻറ്റു പി ഈ പി പി ക്യാൻസൽ ആക്കി കളയാം അല്ലേ. അപ്പോൾ നമുക്കുള്ളത് പി റേസ് ടു 1/2 ആണ്. അപ്പോൾ പി റേസ് ടു 1/2 ഉള്ള ആൻസർ ആയി അല്ലേ. ഇപ്പം ഇങ്ങനൊരു ഓപ്ഷൻ നോക്കുമ്പോഴേ ആൻസർ കണ്ടോ ബി വരും. കാരണം എന്നാ ഇവിടെ പി റേസ് ടു ബാക്കിയെല്ലാം 3/2 എന്നൊക്കെ കിടക്കുന്നത്. ഇവിടെ പി റേസ് ടു 1/2 ഉള്ളതെന്ന് നമുക്ക് ആദ്യമേ കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ആൻസർ കിട്ടി. N2 + O2 gives 2NO ഉണ്ട്. അതിൽ T = 0 ചെയ്തു എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹാഫ് ആകുമോ ഇക്വിലിബ്രിയം? മനസ്സിലായില്ല. O2 N2 and O2 are 2 moles and 4 moles. ഹാഫ് മോൾസ് ഓഫ് N2 യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ N2 + O2 gives 2NO അല്ലേ. അപ്പോൾ അതിൽ N2ൻ്റെ 1 മോളിന് O2ൻ്റെ 1 മോൾ വേണം. അപ്പോൾ N2ൻ്റെ 2 മോൾ എന്നുള്ളത് എന്താ N2ന് 2 മോളായിരുന്നു. അതിൻ്റെ ഹാഫ് യൂസ് ചെയ്യുന്ന വെച്ചാൽ 1 മോൾ യൂസ് ചെയ്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് 1 മോൾ യൂസ് ചെയ്താൽ മതി. ഓക്സിജൻ എങ്ങനെയാണ് ഹാഫ് ആവുക? ഓർഗാനിക് ക്വസ്റ്റ്യൻസ് എൻഗേജ് നല്ല ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആൻസറായി. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും സോൾവ് ചെയ്യുന്ന രീതി കാണിച്ച് നോക്കാം. അപ്പോൾ പി റേസ് ടു 1/2 വരും. ബാക്കി പറഞ്ഞേ, ബാക്കിയുള്ളത് ആൽഫ ഇൻറ്റു ആൽഫ. അപ്പോൾ ആൽഫ റേസ് ടു 1/2 3/2 ആൽഫ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ബൈ 2 റേസ് ടു 1/2 3/2 അല്ലേ, ഡിവൈഡഡ് ബൈ പിന്നെ എന്ത് വരും 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ബൈ 2 ഇങ്ങനെ വരും. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പം നമുക്ക് ഇത് ചെയ്ത് നോക്കാവേ. പി റേസ് ടു 1/2 ഇൻറ്റു ആൽഫ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഒരു 2 റേസ് ടു 1/2 ഉണ്ട് അല്ലേ. 2 റേസ് ടു 1/2 ഉണ്ട് ഇല്ലേ. ഇവിടെ 2 റേസ് ടു 1/2 ഇല്ലായിരുന്നു ആൽഫ ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റേസ് ടു 1/2 നോക്കാം. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, നമുക്ക് നോക്കാവേ. അപ്പോൾ ഒരു 2 റേസ് ടു 1/2 ഉണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ അല്ലേ. 2 റേസ് ടു 1/2 ഇത് എഴുതി. പിന്നെ ഇവിടെ ഉള്ളത് ബൈ 1 പ്ലസ് ആൽഫ ബൈ 2 നമുക്കതിനെ ബൈ 2 റേസ് ടു 1 പ്ലസ് ആൽഫ. അവർ 1 പ്ലസ് ആൽഫ കൊടുത്തിട്ടില്ല, നമുക്ക് തിരുത്തി എഴുതാം. ഇതിനെങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതായിരിക്കും. പറഞ്ഞേ പി റേസ് ടു 1/2 ഇൻറ്റു ആൽഫ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ ബൈ 2 റേസ് ടു 3/2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ആൽഫ ബൈ 2 എന്നുള്ളതിനെ ഞാൻ വേണമെങ്കിൽ മേലിൽ കൊണ്ടുവന്ന് ഇൻറ്റു 2 ആക്കാം. ഈക്വൽ ടു പി റേസ് ടു 1/2 ഇൻറ്റു ആൽഫ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 1/2 ഇൻറ്റു 2 റേസ് ടു 3/2 അല്ലേ. 3/2 ഡിവൈഡഡ് ബൈ 2 റേസ് 2 പ്ലസ് ആൽഫ റേസ് ടു 3/2 ഇൻറ്റു 2 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ഇത് മേളിൽ ചെല്ലുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് ആൽഫ എന്ന് വരും. ഇനി നമുക്കിത് സോൾവ് ചെയ്തെടുക്കണം അല്ലേ. സോൾവ് ചെയ്യുമ്പം ഇതുണ്ടോ 2 റേസ് ടു 3/2 ആൻഡ് 2 റേസ് ടു 3/2 ക്യാൻസലായി. പിന്നെ 2 പ്ലസ് ആൽഫ 3/2 1 ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിവിടെ പി റേസ് ടു 1/2 ഇൻറ്റു ആൽഫ റേസ് ടു 3/2 ഇത് 1 ഇത് 3/2 ആണ്. അപ്പോൾ 1 മൈനസ് 3/2 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ നമുക്ക് താഴെ എഴുതാം അല്ലേ. 2 പ്ലസ് ആൽഫ 1 മൈനസ് 3/2 എന്ന് പറയുമ്പോൾ എത്രയാണ് 2 മൈനസ് 1/2. അപ്പോൾ ഇത് 1/2 താഴെ കിടക്കട്ടെ. 1 പ്ലസ് ആൽഫ കറക്റ്റ് ആണോ നോക്കി അല്ലേ. കറക്റ്റ് ആണോ നോക്കിയാൽ ബി പി റേസ് ടു 1/2 ആൽഫ റേസ് ടു 3/2 ബൈ 2 പ്ലസ് ആൽഫ റേസ് ടു 1/2 ഇൻറ്റു 1 മൈനസ് ആൽഫ കേട്ടോ. 1 പ്ലസ് അല്ല 1 മൈനസ് ആൽഫ. 1 മൈനസ് ആൽഫ ഞാനൊരു പ്ലസ് ഇട്ട് പോയി അറിയാണ്ട് ഇത് മൈനസ് ആണ് 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പക്ഷേ ഭയങ്കര ലക്കായിപ്പോയി. നമ്മൾ ഓപ്ഷൻ നോക്കാണ്ടാണ് ചെയ്യുന്നതെങ്കിലോ നമ്മളത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. ഓപ്ഷൻ നോക്കി ചെയ്യുന്ന ആൾക്കാരോ ആദ്യത്തെ സ്റ്റെപ്പ് വരുമ്പോൾ തന്നെ ആൻസർ ആകും. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി വരും.
അപ്പോൾ ഈ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ അത്യാവശ്യം ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പോലെയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോണേ. അടുത്ത് 2022 ജൂൺ 29 ഷിഫ്റ്റ് 2 ചോദ്യമാണ്. 4 moles of argon and 5 moles of PCl5 are introduced into an evacuated flask of 100 liter capacity at 610 Kelvin. The system is allowed to equilibrate. At equilibrium, the total pressure of mixture was found to be 6 atm. The Kp for the reaction is given R. Okay. സിമ്പിൾ പ്രോബ്ലമാണ്. കാരണം ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 4 moles of argon ആണ്. ഇത് നിങ്ങൾ ഒന്ന് സെറ്റാക്കി വെച്ചോ. കാരണം ഈ 4 മോൾ ആർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷനിൽ ഒരിക്കലും കയറി പങ്കെടുക്കില്ല. കാരണം ആർഗണിന് റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യം ഇല്ല. അയാൾ റിയാക്ഷനിൽ പങ്കെടുക്കത്തുമില്ല. എന്താണ് അല്ല, റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. കാരണം എന്താ? കാരണം ഓക്കെ, അപ്പോൾ ഈ 4 മോൾ ആർഗൺ എന്ന് പറയുന്നത് ശരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കാത്തതിന് കാരണം ഇയാൾ ഇനർട്ട് ഗ്യാസ് ആണ്. അയാൾ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. തൽക്കാലം നിങ്ങൾ അയാളെ മൈൻഡ് ആക്കണ്ട. ബാക്കി പറഞ്ഞോ. PCl5 5 മോൾ എടുത്ത് ഒരു ഇവാക്യുവേറ്റഡ് ഫ്ലാസ്ക് ഓഫ് 100 ലിറ്റർ കപ്പാസിറ്റിയിൽ 610 കെൽവിനിൽ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം എന്താ? PCl3 പ്ലസ് Cl2 ആണ്. ഓക്കെ, 5 മോളാണ് എടുത്തത് എങ്കിൽ ഇത് രണ്ടും 0 ആം. ഇനി അറ്റ് ഇക്വിലിബ്രിയം ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചർ വാസ് ഫൗണ്ട് ടു ബി 6 atm. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് 5 ഇന്ന് എക്സ് മോള് പോയി. അപ്പോൾ ഇത് രണ്ടും മക്കളെ എക്സ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം ഈക്വൽ ടു 5 മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 4. അതെന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് 9 പ്ലസ് എക്സ് എന്ന് വരും. ഇതെന്തിനാണ് നമ്മളെടുത്തത്? ഇയാൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ലെന്നുള്ളൂ, പക്ഷേ ഇയാൾ നിങ്ങളുടെ ഫ്ലാസ്കിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൻ്റെ കൂടെ ആർഗൺ കൂട്ടണം. കാരണം ഈ 6 atm ഉണ്ടാക്കിയതിൽ ആർക്ക് റോളുണ്ട്? ആർഗണിനും റോളുണ്ട്. കാരണം അയാളും കൂടെ കിടന്നിടിച്ചിട്ടാണല്ലോ പ്രഷർ ഇത്രയും കൂടിയത്. ശരി, അപ്പോൾ ഇത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ പ്രഷർ അവർ തന്നിട്ടുണ്ട്. KP കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ KP കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറിയണം. ഈ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രഷർ എന്ന് പറയുന്നത് PE is equal to nRT/V ആണ്. എന്ന് വെച്ചാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ 6 atm ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്ര വരും? 9 പ്ലസ് എക്സ് ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.08 എന്നെടുക്കാൻ പറഞ്ഞു. 0.082 എന്നെടുക്കാൻ പറഞ്ഞു. ഇൻറ്റു ടെമ്പറേച്ചർ ഇവിടെ 610 കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ വോളിയം 100 ലിറ്റർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 9 പ്ലസ് എക്സ് സോൾവ് ചെയ്യണം. 9 പ്ലസ് എക്സ് സോൾവ് ചെയ്യുന്ന സമയത്ത് 6 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.082 ഇൻറ്റു 610 വരും. ഈക്വൽ ടു നമുക്ക് ചെയ്യുമ്പം നോക്കി നോക്കാം. ഇത് 600 ആണ്. ഡിവൈഡഡ് ബൈ 0.82 ഇൻറ്റു 61 എന്ന് വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 60000 ഡിവൈഡഡ് ബൈ 82 ഇൻറ്റു 61 എഴുതാം. കുറച്ചുകൂടെ എളുപ്പത്തിന് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താണ് എളുപ്പത്തിന് വേണ്ടി. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 60 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 82 ഇൻറ്റു 61 എന്ന് എഴുതുമ്പം ഇത് 41 ആയി. അപ്പോൾ ഇത് 30 ആയി. ഇനി പറ്റൂല അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. സോ 30,000 ഡിവൈഡഡ് ബൈ 41 ഇൻറ്റു 61 എത്രയാ? 146,624 ശരിയല്ലേ? 1052. അപ്പോൾ 2501 എന്ന് വരും. സോ നമ്മളിത് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് 3000 എടുത്ത് ചെയ്യാം അല്ലേ? 3000 എടുത്താണ് ചെയ്യുന്നത് എങ്കിൽ 2501 എന്ന് പറഞ്ഞാൽ ഒരു തവണ 2501. സോ ഇവിടെ 499 വരും. അപ്പോൾ ഇത് 0 ഇട്ട് കഴിഞ്ഞാൽ പോയിൻ്റ് വരും. അപ്പോൾ 2 എന്തായാലും വരില്ല, 1 തന്നെ വരുള്ളൂ അല്ലേ? 1 ടൈം തന്നെ വരുള്ളൂ അല്ലേ? 1 ടൈം വരും. 2501 499 അല്ലേ? ഓക്കെ, അപ്പോൾ 0 1 വരുമ്പം 9 വരും, 8 വരും, പിന്നെ 9 മൈനസ് 5 4 വരും, 2498 വരും. പിന്നൊരു പിന്നൊരു സീറോയും കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നൊരു സീറോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വലിയ വാല്യൂ 9 അടുത്ത് വരുമായിരിക്കും. നോക്കാം. 2501 9 വരുമ്പം
9 0 5 4 18 22 അപ്പം 9 വരും അല്ലേ 9 ടൈംസ് വരും അപ്പോൾ 1.19 എന്ന് എഴുതിയാൽ മതിയായിരിക്കും അത്രയും മതിയായിരിക്കും അല്ലേ 1.19 ഈസ് അപ്രോക്സിമേറ്റ്ലി 1.2 1.2 അല്ല നമുക്കതിന് ഒരു സീറോയും കൂടെ ഉണ്ടല്ലോ അപ്പം ഞാൻ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 11.9 അപ്രോക്സിമേറ്റ്ലി 12 എന്ന് കിട്ടും അപ്പം നിങ്ങൾക്ക് 9 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 12 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി ഓക്കെ ഇനി നമ്മൾ സെറ്റായി പറഞ്ഞേ ടോട്ടൽ നമ്പർ ഓഫ് ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 9 പ്ലസ് 3 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി ഇനി പറഞ്ഞോ കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് PCl3 into partial pressure of Cl2 divided by partial pressure of PCl5. PCl3യുടെ പാർഷ്യൽ പ്രഷർ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന 6 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഏതാണ് PCl3 അല്ലേ എക്സ് എത്രയായിരുന്നു 3 ബൈ ടോട്ടൽ നമ്പർ 12 ഇൻറ്റു 6 ഇൻറ്റു 3 ബൈ 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 5 മൈനസ് 2 ബൈ 12 ഇങ്ങനെയല്ലേ വരുന്നത് 6 ക്യാൻസലായി പോയി ബാക്കി എന്താണെന്ന് നോക്കിയേ 6 ക്യാൻസലായി പോയി ബാക്കിയുള്ളത് 3 ഇൻറ്റു 6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 12 ഇൻറ്റു 12 ബൈ 2 12 ക്യാൻസലായി പോയി 2ഉം ഇതും ക്യാൻസലായി പോയി 3ഉം ഇതും ക്യാൻസലായി പോയി 4 ദിസ് ഇസ് 9 ബൈ 4 എന്ന് വെച്ചാൽ 9 ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ 9 ബൈ 4 എന്ന് പറയുമ്പം 4 ഇൻറ്റു 2 8 1 0 4 ഇൻറ്റു 2 8 2 0 ആൻഡ് ദിസ് ഇസ് 2.25 എന്ന് കിട്ടും സോ ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ പിയുടെ വാല്യൂ ഉണ്ടോ നല്ല ക്വസ്റ്റ്യൻ ആണ് നല്ല ലോജിക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പി വി സിക്കളുടെ NRT വെച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം ഇത് ആദ്യം മാർക്ക് ചെയ്തോണം ആർഗണിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കരുത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസിലും പ്രഷർ എക്സേർട്ട് ചെയ്യാനും അയാൾക്ക് റോളുണ്ട് പക്ഷേ അയാൾ ഒരിക്കലും റിയാക്ഷനിൽ കയറി പങ്കെടുക്കത്തില്ല പക്ഷേ നമ്മളുടെ എന്താ പറയുക പ്രഷറും നമ്പർ ഓഫ് മോൾസ് എക്സേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 ഷിഫ്റ്റ് 2 ചോദ്യമാണ് അപ്പം എങ്ങനെയുണ്ട് അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുവാണേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ നോക്കിയോ Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Then assertion A. The amphoteric nature of water is explained by using Lewis acid-base concept. Reason, water acts as an acid with NH3 and acts as a base with H2S. ഇത് കറക്റ്റാണ് റീസൺ കറക്റ്റാണ് കാരണം അമോണിയയുടെ കൂടെ വാട്ടർ H+നെ ഡൊണേറ്റ് ചെയ്യും പക്ഷേ H2Sൻ്റെ കൂടെ വാട്ടർ H+നെ അക്സെപ്റ്റ് ചെയ്യും കാരണം H2S ഈസ് മോർ അസിഡിക് ദാൻ H2O ആണ് താഴേക്ക് പോകുന്തോറും H+ൻ്റെ റിലീസ് കൂടും അത് കറക്റ്റാണ് പക്ഷേ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരിക്കലും ഇതല്ല ആംഫോട്ടിക് നേച്ചർ ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ യൂസിങ് ലൂയിസ് ആസിഡ് അല്ല ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക ലൂയിസ് ആസിഡ് ക്യാരക്ടർ വഴി നമുക്കൊരിക്കലും ആംഫോട്ടറിക് ബിഹേവിയർ പറയാൻ പറ്റില്ല ലൂയിസ് ആസിഡ് നേച്ചറിൻ്റെ അകത്ത് 3 കോൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലേ അറീനിയസ് കോൺസെപ്റ്റ് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് അതുപോലെ എന്താ പറയുക ലൂയിസ് കോൺസെപ്റ്റ് അറീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് H+നെ തരുന്ന ആൾ ആസിഡും OH- തരുന്ന ആൾ ബേസും ബ്രോൺസ്റ്റഡ് ലോറി അനുസരിച്ച് H+നെ തരുന്ന ആൾ ആസിഡാണ് അതൊക്കെ പക്ഷേ ആ H+നെ മേടിക്കുന്ന ആളുടെ പേരാണ് ബേസ് ലൂയിസ് കോൺസെപ്റ്റിൽ ഹൈഡ്രജനേ ഇല്ല ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ ഇലക്ട്രോണുകളെ കൊടുക്കുന്ന ആൾ ബേസും മേടിക്കുന്ന ആൾ ആസിഡും ബ്രോൺസ്റ്റഡ് തിയറി ഓക്കെ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് അപ്പോൾ അസേർഷൻ തെറ്റിപ്പോയി റീസൺ കറക്റ്റാണ് സോ അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് പിന്നെ കോൺജുഗേറ്റ് ആസിഡ് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് നിങ്ങൾക്ക് തരുക H2O ഇയാളുടെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും എഴുതാൻ പറഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്പീഷ്യസിൻ്റെ കൂടെ H+ ആഡ് ചെയ്യുക കോൺജുഗേറ്റ് ബേസ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ തന്നിരിക്കുന്ന സ്പീഷ്യസിൽ നിന്ന് H+ മൈനസ് ചെയ്യുക അപ്പോൾ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും വാട്ടറിൻ്റെ പറഞ്ഞു നോക്കി വാട്ടറിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ഒരു H+ ആഡ് ചെയ്യുമ്പം H3O+ഉം H+ കളഞ്ഞു കഴിയുമ്പം OH- വരും NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് NH4+ഉം കോൺജുഗേറ്റ് ബേസ് NH2-ഉം
HCO3 മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് H2CO3യും കോൺജുഗേറ്റ് ബേസ് CO3 2- ഇങ്ങനെ എഴുതും. അതിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ആൻഡ് ദിസ് ഈസ് ഓൾസോ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഒറ്റ H+ൻ്റെ ഡിഫറൻസ് ഉണ്ടാകുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പോൾ ഇത് നമുക്കറിയാവുന്നതാണ്, അത് ഓർത്ത് വയ്ക്കാം. സിമ്പിൾ തിയറി ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്തേക്കാമായിരിക്കും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഏതാ? 2022 ജൂൺ 26 ചോദിച്ച ഷിഫ്റ്റ് 1 ആണ്. നോക്കിയോണേ. 50 ml of 0.1 molar CH3COOH is being titrated against 0.1 molar NaOH. അങ്ങനെ വരുമ്പോൾ മീനിങ് എന്താ? 50 ml 0.1 molar അസറ്റിക് ആസിഡ് എടുത്തിട്ട് NaOHനെതിരെ ടൈട്രേറ്റ് ചെയ്തെന്ന് വെച്ചാൽ NaOH എവിടെ നിന്നാണോ? ബ്യൂററ്റിൽ നിന്ന് അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഓർത്തോണം. സോ NaOH ഈസ് ഫ്രം ബ്യൂററ്റ് അല്ലേ? ഇത് നമ്മളുടെ ബ്യൂററ്റിൽ നിന്ന് വരുന്ന ആളും നമ്മളുടെ ഈ 0.1 മോളാർ അസറ്റിക് ആസിഡ് 50 ml എന്ന് പറയുന്നത് കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ ടൈട്രേഷന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ആളുമാണ്. ശരി, ഇനി അവർ പറയുന്നത് when 25 ml of NaOH has been added, the pH of the solution will be dash into 10⁻². എന്നാണ്. അപ്പോൾ നമ്മൾ pH കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ ഇനീഷ്യലി പറയുവാണ്. ഇനീഷ്യലി എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാം. ഇനീഷ്യലി 50 ml 0.1 മോളാർ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് വിൽ ബി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഈക്വൽ ടു 0.1 × 50 ഈക്വൽ ടു 5 millimol എന്ന് കിട്ടും. ശരി, ഇനി നമ്മൾ ആഡ് ചെയ്തത് 25 ml 0.1 മോളാർ NaOH. സോ 25 ml 0.1 മോളാർ NaOH ആഡ് ചെയ്തപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH is equal to again molarity into volume, that is 0.1 × 25 which is equal to 2.5 millimoles എന്ന് കിട്ടി. പക്ഷേ എത്രയാണ് ടോട്ടൽ വോളിയം? വിച്ച് ഈസ് ഈക്വൽ ടു അസറ്റിക് ആസിഡിൻ്റെ 50 ml 25 ml NaOH മൊത്തം 75 ml ആണ് ടോട്ടൽ വോളിയം. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി അവർ പറയുന്നത് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള pH എത്രയാണ്? അപ്പോൾ നമ്മൾ റിയാക്ഷൻ നോക്കണം. റിയാക്ഷൻ നോക്കാൻ വേണ്ടി അസറ്റിക് ആസിഡ് CH3COOH പ്ലസ് NaOH റിയാക്ട്സ് ടു ഫോം CH3COONA പ്ലസ് H2O. ഇതാണ് നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻ. ഈ റിയാക്ഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് ഇത് ബാലൻസ്ഡ് ഫോം ആണല്ലോ അല്ലേ? ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ്. ഇതിൽ നോക്കിക്കൊണ്ട് പറയണം 1 മോൾ അസറ്റിക് ആസിഡിന് 1 മോൾ NaOH ഉണ്ട്. റിയാക്ഷൻ 0 ആണെങ്കിൽ ഇവിടെ 0യും 0യും 1 മോളും 1 മോളുമാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ പറയണം ഇതനുസരിച്ച് അസറ്റിക് ആസിഡിൻ്റെ 5 millimol NaOHൻ്റെ 2.5 millimol ആണ് റിയാക്ഷൻ നടത്തിയത്. അപ്പോൾ ഇത് 0 പിന്നെയോ 2.5 millimol മൊത്തം തീർന്നു. പക്ഷേ ഇവിടെ 2.5 millimol മിച്ചം വരും. ഇവിടെ 2.5 millimol ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ റിയാക്ഷനിൽ നോക്കി, ഇതൊരു വീക്ക് ആസിഡ് മിച്ചം വന്നു. ഇത് അയാളുടെ കോൺജുഗേറ്റ് ബേസ് മിച്ചം വന്നു. സോ വീക്ക് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് അസിഡിക് ബഫർ. അപ്പോൾ ഇതൊരു എന്തിന് എക്സാമ്പിളായി? അസിഡിക് ബഫർ. മക്കളെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ 2 പേര് ഇവിടെ 5 millimol ഇവിടെയും 5 millimol ആണെങ്കിൽ റിയാക്ഷൻ്റെ സമയത്ത് ഇത് രണ്ടും മൊത്തം തീരും. 5 millimol ഇവിടെ ഫോം ചെയ്യും. അങ്ങനെ 5 millimol ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നാ ഉള്ളത്? സോൾട്ടും വെള്ളവും ഉള്ളൂ. അപ്പോൾ ടോപ്പിക്ക് മാറി സോൾട്ട് ഹൈഡ്രോളിസിസ്. നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേബിൾ നോക്കി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളുടെ അസറ്റിക് ആസിഡ് എക്സസ് ആയതുകൊണ്ട് NaOH കംപ്ലീറ്റ് തീർന്നു. പിന്നെയുള്ള അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും മിച്ചം വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ പേര് ബഫർ എന്നായിട്ട് മാറും. അങ്ങനെ ബഫർ എന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ. പറഞ്ഞ് അസിഡിക് ബഫറിൻ്റെ pH is equal to pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഏതാ ആസിഡ്, വീക്ക് ആസിഡ് ഈക്വൽ ടു pKa വാല്യൂ അവർ തന്നിട്ടുണ്ടോ? ഉണ്ട്. അസറ്റിക് ആസിഡിൻ്റെ pKa വാല്യൂ 4.76 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ് പറഞ്ഞ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ബേസ് 2.5 millimol ഡിവൈഡഡ് ബൈ വോളിയം 75 ml ഡിവൈഡഡ് ബൈ പറഞ്ഞോ
2.5 millimole ആസിഡ് ഡിവൈഡഡ് ബൈ 75 ml. കണ്ടോ, രണ്ട് പേരുടെയും കോൺസെൻട്രേഷൻ സെയിം ആയി. സോ ദാറ്റ്സ് വൈ ദ സ്റ്റെം വിൽ ബിക്കം 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4.76. അവർ പറയുന്നു സംതിങ് ഇൻറ്റു 10⁻⁻². അങ്ങനെയാണെങ്കിൽ പി എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 476 ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഇനീഷ്യൽ നമ്പർ ചുമ്മാ റിയാക്ഷൻ സെറ്റ് ചെയ്താൽ മതി. ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പേര് കംപ്ലീറ്റ് ആയിട്ടാണ് തീരുന്നതെങ്കിൽ ആ രണ്ട് പേരുടെയും നമ്പർ ഓഫ് മോൾസ് കംപ്ലീറ്റ് ആയിട്ട് അപ്പുറം വരും. അങ്ങനെ വരുന്ന സമയത്ത് സോൾട്ടും വെള്ളമായിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് അതിനെ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയാം. അപ്പോൾ ബഫർ ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇത് കണ്ടോ, ഇത് വീക്ക് ആസിഡും ഇത് അയാളുടെ സോൾട്ടും ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് ഇല്ല മക്കളെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോൾട്ടും വെള്ളവും ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് സോൾട്ട് ഹൈഡ്രോളിസിസ്. പക്ഷേ ഇവിടെ നിങ്ങൾ അസറ്റിക് ആസിഡ് മിച്ചം വന്നു വിചാരിച്ചോ. അസറ്റിക് ആസിഡ് മിച്ചം വന്നു, സോഡിയം അസറ്റേറ്റും മിച്ചം വന്നാൽ മിക്സ്ചറിൽ എന്താ ഉള്ളത്? വീക്ക് ആസിഡും അതിൻ്റെ കോൺജുഗേറ്റ് ബേസും. സോ അത് അസിഡിക് ബഫറായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ബഫറിൻ്റെ ഇക്വേഷൻ കൊടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നമ്മുടെ JEEക്ക് വരുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിതിൻ്റെ അകത്ത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല, ഇനിയോട്ട് ചോദിക്കാനും പോകുന്നില്ല. അഡ്വാൻസ് പേപ്പർ എഴുതുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും, കുറച്ചുകൂടെ കട്ടിയിൽ ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആ നോട്ട് നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ ഇത് നമുക്ക് തീർക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ അലൗ ചെയ്തിരിക്കുന്ന ടൈം ഏകദേശം തീർന്നു. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.